ത്തിലേക്ക് സജീവമാകുന്ന രണ്ടാം സെറ്റ് നവോദയ അടുത്ത മത്സരത്തിന് വേണ്ടി സഹൃദയ കോളേജ് കൊടകര സ്പോർട്സ് അക്കാദമി കടമ്പഴിപ്പുറം ടീമിന്റെ മത്സരാർത്ഥികൾ കോർട്ടിലേക്ക് പ്രവേശിക്കുന്നു. കോർട്ടിലേക്ക് കടന്നു വരുവാ. സൗഹൃദയ കോളേജ് കൊടകര തൃശൂർ സ്പോർട്സ് അക്കാദമി കടമ്പഴിപ്പുറം കോട്ടയുടെ പടിഞ്ഞാറ് വശത്ത് കോട്ടയിലേക്ക് കടന്നു വരുന്ന മത്സരാർത്ഥികൾ സ്പോർട്സ് അക്കാദമി കടമ്പഴിപ്പുറം മറുവശത്തെ സൗഹൃദയ കോളേജ് കൊടകരയും തമ്മിലുള്ള മത്സരത്തിലേക്ക് 1-1 തുല്യത പാലിച്ച മത്സരമാണ്. കാണികളുടെ ശ്രദ്ധയിലേക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസം നമ്മുടെ ഇന്ത്യൻ ടീമിന് വേണ്ടി ജേഴ്സി കളിച്ച 2 മത്സരാർത്ഥികളാണ് കോട്ടിന്റെ ഒരു വശത്ത് നിൽക്കുന്ന സ്പോർട്സ് അക്കാദമി കടമ്പഴിപ്പുറത്തിന്റെ പോരാളികൾ. 1-ാം നമ്പർ മത്സരത്തിൽ മാറ്റി നിൽക്കുന്ന മേഘാ CP ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി കളിച്ച മത്സരാർത്ഥിയാണ്. സൗഹൃദയ കോളേജ് കൊടകരയുടെ ജേഴ്സി കളിച്ച താരം കേരളത്തിന്റെ ക്യാപ്റ്റൻ കൂടിയായ മേഘാ CP ഇന്റർനാഷണൽ വടകര താരമാണ്. ബാഗ് കളിക്കാരി ലിജിഷയും കടമ്പഴിപ്പുറം സ്വദേശിയാണ്. 2 ഇന്റർനാഷണൽ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്പോർട്സ് അക്കാദമി കടമ്പഴിപ്പുറം സൗഹൃദയ കോളേജിന് വേണ്ടി ജേഴ്സി 1-ാം നമ്പർ മത്സരാർത്ഥി അഭിഷേക് ഇക്കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്ര അഖിലേന്ത്യാ വടംവലി മത്സരത്തിൽ കേരളത്തിന് വേണ്ടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ അഭിഷേകും മത്സരാർത്ഥികളും ഫർസാനയും നിമയും അർജുനും ജൂഡും വിസ്മയും ഐശ്വര്യയും റിജാസമെല്ലാം ജേഴ്സി കളിക്കുന്ന പോരാളികളാണ് സൗഹൃദയ കോളേജ് കൊടകരയ്ക്ക് വേണ്ടി ജേഴ്സി ചെയ്യുന്നത്. അവരുടെ പരിശീലകനായി MG യൂണിവേഴ്സിറ്റിയുടെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും പരിശീലകനായ വിഷ്ണുവാണ് ആ ടീമിനെ ഇന്നിവിടെ എത്തിക്കാൻ സാഹചര്യമുണ്ടാക്കിയ പോരാളി. മറുവശത്ത് സൂചിപ്പിച്ചു ധാരാളം കിരീടങ്ങൾ. കഴിഞ്ഞ സീസണിൽ വടംവലിയിൽ പുരുഷന്മാരുടെ റോയിയാണ് നമ്മുടെ മേഘാ CP. പുരുഷന്മാരെ റോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മികച്ച വനിതാ താരമാണ് മേഘാ CP. 1-ാം നമ്പർ പഠിക്കുന്ന ഇന്റർനാഷണൽ താരം. കോലാലംപൂരിൽ നടന്ന അഖിലേന്ത്യാ ഇന്ത്യൻ ടീമിന് വേണ്ടി ജയിച്ച ഇന്റർനാഷണൽ താരം. ഒപ്പം അവരുടെ ഷാൽബിനും വിസ്മയും ഗോകുലും സൂര്യനും അപർണയും ആദർശം ലിജിഷയും ഉൾപ്പെടുന്ന പോരാളികൾ. ജംഷാദ് പരിശീലകൻ നമ്മുടെ മണ്ണാർക്കാട് കല്ലടി കോളേജിന്റെ പരിശീലകനാണ് അദ്ദേഹം. 2 ടീമിനെ നിറഞ്ഞ കയ്യടിയോടെ സ്വീകരിക്കുക. ഫൈനൽ മത്സരം ഒറ്റ സെറ്റേ ഉണ്ടായിരിക്കുള്ളൂ. ബെസ്റ്റ് ഓഫ് 1 ആണ്. 2 ടീമും ഓരോ സെറ്റ് വിജയിച്ച് തുല്യത പാലിച്ചു. മത്സരശേഷം വേദിയിൽ അവർക്കുള്ള സമ്മാനദാന ചടങ്ങും ആരംഭിക്കും. മത്സരം ആരംഭിക്കാം. ഈ 2 ടീമിലെയും ഓരോ പ്ലെയർ വീതം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്. ഫൈസലിക്ക ഇവിടെ നെറ്റ് ഭയങ്കര ശോകമാണെന്ന് അതുകൊണ്ട് കട്ടായത്. കയ്യോട് സ്വീകരിക്കൂ. എത്ര ആഴത്തിലെത്തുന്ന 2 ടീമുകൾ, എത്ര പിന്നിൽ നിന്നായാലും തിരിച്ചടിക്കാൻ പ്രകടനശേഷിയുള്ള മത്സരാർത്ഥി. കാസർഗോഡ് നടന്ന അഖില കേരള വടംവലി മത്സരത്തിൽ 30,000 രൂപയും കരസ്ഥമാക്കിക്കൊണ്ട് മേഘാ CPയും സംഘവും കോർട്ടിന്റെ കിഴക്ക് വശത്തെ മത്സരത്തിൽ മാറ്റിവെക്കുമ്പോൾ മറുവശത്ത് ജൂനിയർ മത്സരാർത്ഥി ഇക്കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്ര അഖിലേന്ത്യാ മത്സരത്തിൽ കേരളത്തിന് വേണ്ടി പൊന്നും കിരീടം കരസ്ഥമാക്കിയ 1-ാം നമ്പർ മത്സരാർത്ഥി സൗഹൃദയ കോളേജ് കൊടകരയുടെ പോരാളികളിൽ മറുവശത്ത് 2 ഇന്ത്യൻ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ ചേർന്ന മികവാർന്ന പോരാളികൾ മേഘയും ലിജിയും എല്ലാം ഉൾപ്പെടുന്ന പോരാളികൾ ഷാൽബിനും വിസ്മയും ഗോകുലും സൂര്യനും അപർണയും ആദർശമെല്ലാം ജേഴ്സി കളിച്ച പോരാളി. നല്ലൊരു കയ്യടി കൊടുക്കും. മണ്ണാർക്കാട് കണ്ണാടിയുടെ അഖില കേരള വടംവലി മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എത്തിച്ചേർന്ന
വിസ്മയകരമായ പോരാട്ടങ്ങൾ കാഴ്ചവെക്കുന്ന രണ്ട് ടീമുകൾ ആവേശകരമായ പോരാട്ടങ്ങളിലേക്ക് മെഗാസിപിയും സംഘവും ഒരു കിരീടത്തിലേക്കായി മത്സരം കരസ്ഥമാക്കി. സ്പോർട്സ് അക്കാദമി കടമ്പഴിപ്പ് രണ്ട് ടീം നിൽക്കുക. കൈ കൊടുത്ത് പിടിക്കുക. സ്റ്റേജിലേക്ക് കടന്നു വരും. പുരുഷന്മാരുടെ മത്സരങ്ങൾ കോട്ടയം ജനശക്തി വടശ്ശേരി നവോദയ കോട്ടയം കടന്നു. ജനശക്തി വടശ്ശേരി നവോദയ അപ്പുറത്ത് സ്റ്റെഫി വരുന്നുണ്ട്. ഷാഡ് ഹൗസിൽ ഇന്ന് സ്റ്റെഫിൻ ഇറങ്ങിയിട്ടുണ്ട്. ഷാഡോസ് മറ്റേ മത്സരത്തിലാണ് സ്റ്റെഫിൻ ഇറങ്ങിയത്. 500 ഒറ്റ തൂക്കത്തിൽ. ഇവിടെ സ്റ്റെഫിൻ മിക്സ് ടീമിലാണ് ഇറങ്ങുന്നത്. ഷമീർക്ക ഹാപ്പി ആണോ? നൗഷാദ് കാ രണ്ടാം സ്ഥാനം നേടിയ സഹൃദയ കൊടകരക്കുള്ള സമ്മാന വിതരണമാണ് നടക്കുന്നത്. ഒന്നാം സ്ഥാനം നേടിയ സ്പോർട്സ് അക്കാദമി കടമ്പഴിപ്പുറത്തിന്റെ ടീമങ്ങൾ ഒന്നാം സ്ഥാനം നേടിയ സ്പോർട്സ് അക്കാദമി കടമ്പഴിപ്പുറത്തിന്റെ മുഴുവൻ കായിക താരങ്ങളും ഒന്നാം സമ്മാനം 2000 രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നു. ഐരഞ്ജിച്ചോ ചെന്നാരി മണ്ണാർക്കാട്. ബീബോളിലെ ആവേശ പോരാട്ടത്തിന്റെ ഗാഹളം മുഴങ്ങിയിരിക്കും. ഒരു വശത്ത് നീലയിൽ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് ജനശക്തി വടശ്ശേരി ശിഹാബും കൂട്ടാളികളും ഒരു വശത്ത് പോരടിച്ചു കയറുന്നുവെങ്കിൽ മറുപുറത്ത് സ്വന്തം കാണികൾക്കും സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ ഉജ്ജ്വലമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ ഉറച്ച് നവോദയ മണ്ണാർക്കാട് ബി ടീം സ്റ്റെഫിനും കുട്ടനും കൂട്ടാളികളെല്ലാം ചേർന്നുകൊണ്ട് മറുപുറത്തും പോരടിക്കുന്ന കാഴ്ച. വിട്ടുകൊടുക്കാനോ പരാജയപ്പെട്ട് മടങ്ങിപ്പോകാനോ മനസ്സില്ലാത്തവരായിക്കൊണ്ട് 14 കളിക്കൂട്ടുകാരുടെ പെരും പോരാട്ടം. ഒരു വശത്ത് വടശ്ശേരി പോലത്തിന്റെ കളിക്കൂട്ടുകാരായിക്കൊണ്ട് ഇന്നിന്റെ പടത്തിലേക്ക് വണ്ടി കയറിയവർ ജനശക്തി വടശ്ശേരി പുറമെങ്കിൽ മറുപുറത്ത് നവോദയ മണ്ണാർക്കാട് ബി ടീമും തമ്മിലുള്ള ആവേശ പോരാട്ടം. കാണികളോട് കൈയടിച്ച് പണ്ടീരകുലത്തച്ഛന്മാർ പണി പഠിപ്പിച്ച വടക്കേകരഘട്ടാട്ടത്തിന്റെ സ്വർണ്ണവാതിൽ പടികൾ തെറ്റിയവർന്ന് വർണ്ണനൂല് കൊണ്ട് ഗോപുരം തീർത്ത് കാവടിത്തുള്ളി ഇലഞ്ഞിത്തറമേളയിൽ ഒറ്റയാലിന്റെ തണലിൽ ഇലഞ്ഞിത്തറമേളയിൽ ചെണ്ടക്കൊട്ടുകൊട്ടി കൊമ്പൂത്തും കുഴലൂത്തും നടത്തി തമ്പുരാൻ കൊടുത്തയച്ച കൊട്ടാരത്തിന്റെ ചെത്തിമുള്ളിയിൽ തീർത്ത ഗുരുവായൂർക്കാരന്റെ മാറിടത്തിൽ ചാർത്തി 15 ആലപ്പുറത്ത് വർണ്ണക്കുടമാറ്റം നടത്തുന്ന പാറമേക്കാവിന്റെ ശൗര്യവുമായി ഇന്നിന്റെ പടകുറുകാൻ മണ്ണാർക്കാട്
തെന്നാരിയുടെ കളിയങ്കത്തൊട്ടിലേക്ക് വണ്ടി കയറിയ 14 കായിക താരങ്ങൾ. ഒരു വശത്ത് നീലക്കുപ്പായത്തിൽ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് എതിരാളികളെ പരാജയത്തിന്റെ നിലയില്ലാകങ്ങളിലേക്ക് തള്ളിവിടുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ വടത്തിൽ പിടിമുറുക്കുന്ന പോരാളികൾ. ഒന്ന് കൈയടിച്ച് ജനശക്തി വളശ്ശേരിപ്പുറം കോട്ടയുടെ ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപുറത്ത് ഒരു കാലഘട്ടത്തിൽ വടത്തിൽ വജ്രായുധങ്ങളായവർ സ്റ്റെഫിനും കുട്ടനുമെല്ലാം ജലസി അണിഞ്ഞുകൊണ്ട് ഇന്നിന്റെ പടർവെള്ളത്തിലേക്ക് എത്തിച്ചേർന്ന മണ്ണാർക്കാടിന്റെ മാണിക്യമുത്തുകൾ നവോദയ മണ്ണാർക്കാട് ബി ടീമും തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ അവസാന പദ്ധതിയിലേക്ക് ആരാധ്യം കടന്നു കയറുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് ചുണ്ടിലും ചൂളകളിക്ക് കാതോർക്കുന്ന 14 കളിക്കൂട്ടുകാർ വിജയം ജനശക്തി വടശ്ശേരി പുറത്തിന്റെ ഭാഗത്തേക്കോ അതോ നവോദയ മണ്ണാർക്കാടിന്റെ ഭാഗത്തേക്കോ ഒന്ന് കൈയടിച്ച് ആവേശത്തിന്റെ അധികാരങ്ങളില്ലാത്ത പോരാട്ടത്തിലേക്ക് ബഷീർ കാ ഹാപ്പിയാണോ? അടുത്ത മത്സരത്തിന് വേണ്ടി PRC തിരുവള്ളൂർ ഷാഡോസ് കരിയോ ടീമുകൾ തയ്യാറായി കോട്ടയം കോളേജിലേക്ക് PRC തിരുവള്ളൂർ ഷാഡോസ് കരിയോട് ടീമുകൾ തയ്യാറായി കോളേജിലേക്ക് എത്തിച്ചിരിക്കും. മണിയാ ഓണം എവിടെ വരെ എത്തിറാ? എടാജി മറ്റേ മട്ടനെ ഉണ്ടായിരുന്നു, അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞായിരുന്നു. അവൻ്റെ ഒരു വിവരമില്ല. ചാലിനിയച്ച അവിടെ അപ്പുണ്ടോ? അവൻ ഇങ്ങോട്ട് മണ്ണാർക്കാട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു വൈകുന്നേരം. അവൻ്റെ ഒരു വിവരമില്ല. അവനെവിടെ? അവനെ കണ്ടോ? അവനവിടെ ഉണ്ടോ? വീട്ടിലുണ്ടോ?
വീണ്ടും ഒരു ആവേശ പോരാട്ടം മുഴങ്ങിയിരിക്കുന്നു. ഒരു വശത്ത് നീലക്കുപ്പായക്കാർ ജനശക്തി വടശ്ശേരി പ്രവർത്തകർ വിവിധ വർണ്ണങ്ങളിലുള്ള കുപ്പായത്തിൽ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് നവോദയ മണ്ണാർക്കാട് ബി ടീമും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടത്തിന്റെ പദ്ധതിയിലേക്ക് ആരാധ്യം നടന്നു കയറുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് 14 കളി കൂട്ടുകാരുടെ പെരും പോരാട്ടം. വിജയിച്ചവരുടെ അടുത്ത റൗണ്ടിലേക്ക് കടന്നു കയറാം, പരാജയപ്പെട്ടവരുടെ റൗണ്ടിലേക്കും കടന്നു കയറാവുന്ന പോരാട്ടത്തിലേക്ക് എത്തിച്ചേർന്ന 14 കളി കൂട്ടുകാർ. നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തെന്നാരി സംഘടിപ്പിക്കപ്പെട്ട 7ാമത് അഖില കേരള വടംവലി മത്സരത്തിലെ ആവേശ പോരാട്ടത്തിലേക്ക് എത്തിച്ചേർന്ന 14 കളി കൂട്ടുകാർ. വിട്ടുകൊടുക്കാനോ പരാജയപ്പെട്ട് മടങ്ങി പോകാനോ മനസ്സില്ലാത്തവരായിക്കൊണ്ട് 7-14 കായിക താരങ്ങൾ 2 ജില്ലകളുടെ പ്രാതിനിധ്യത്തിൽ എത്തിച്ചേർന്ന കളി കൂട്ടുകാർ. മനസ്സിലെ മഞ്ചാണവർ, മനം കവർന്ന കൽപ്പാണവർ, നെഞ്ചിലെ ചെടിപ്പാണവർ, കളിക്കമ്പക്കാരുടെ കരുത്താണവർ, 5 വർണ്ണമുള്ള പഞ്ചവർണ്ണ തത്തയാണവർ, വെള്ളക്കാരെ തിരുത്തിയ വെല്ലിപ്പാന്റെ പേരമക്കളുടെ സൂര്യൻ ഉൾക്കൊണ്ടവരായിക്കൊണ്ട് തന്നെ ഇന്നിന്റെ കളിയകത്തട്ടിലേക്ക് പാലക്കാടിന്റെ പടക്കുതിരകളായിക്കൊണ്ട് എത്തിച്ചേർന്ന കളിക്കൂട്ടുകാർ. ജനശക്തി വടശ്ശേരിപ്പുറം ഒരു വശത്ത് പോലടിച്ചു കയറുന്നുവെങ്കിൽ മറുപുറത്തേക്ക് തെന്നിത്തെറിച്ചു വരുന്ന തീക്കനൽ കട്ടകൾ കോർത്തുകെട്ടി എതിരാളികളെ കുടുംബിറച്ച് തലച്ചോറ് പൊതിഞ്ഞ് തലപ്പാവ തകർത്ത് തലയോട്ടികൾ തകിട കളിക്കാൻ കഴിവുള്ള 7 ചാമ്പ്യൻ പോരാളികൾ നവോദയ മണ്ണാർക്കാട് ബി ടീമും തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ പദ്ധതിയിലേക്ക് ആരാധ്യം നടന്നു കയറുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് 14 കളി കൂട്ടുകാർ കാണികളൊന്ന് കൈയടിച്ച് നവോദയയുടെ പടർവെള്ളത്തിലേക്ക് എത്തിച്ചേർന്ന വിലപ്പെട്ട 8 ടീമുകള് 2 പൂളുകളിലായി കോർത്തിണക്കിക്കൊണ്ട് പാലക്കാട് ജില്ലാ ടഗ് ഓഫ് വാർ അസോസിയേഷൻ സംഘടിപ്പിക്കപ്പെടുന്ന 7ാമത് അഖില കേരള വടംവലി മത്സരത്തിലെ ബി പൂളിലെ ആദ്യ വിജയം കരസ്ഥമാക്കിക്കൊണ്ട് ആരാധ്യം നടന്നു കയറുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് 14 കളി കൂട്ടുകാർ. ശിഹാബും കൂട്ടാളികളും മുന്നോട്ടോ, സ്റ്റെഫിനും സംഘവും മുന്നോട്ടോ. പ്രവചനാതീതമായ ഒരു പോരാട്ടത്തിന്റെ പടർപ്പളത്തിലേക്ക് എത്തിച്ചേർന്നവർ ഒന്ന് കൈയടിച്ച് പത്തിവിടർത്തി മുന്നോട്ട് വരുന്നവരെ പത്തി പിരിച്ചെടുക്കാൻ കഴിവുള്ളവരായിക്കൊണ്ട് തന്നെ ഇന്നിന്റെ കളിക്കളത്തിലേക്ക് എത്തിച്ചേർന്നവർ ജനശക്തി വടശ്ശേരിപ്പുറം. കോട്ട് സംഘത്തിലേക്ക് ജനശക്തി വടശ്ശേരിപ്പുറം. വട അവിടുന്ന് പോന്നിട്ടേ ഒരു പ്ലെയറുടെ മറ്റേ കച്ചി തെജത്ത് അതടിച്ച് ബൈജേട്ടാ ഹാപ്പിയാണോ? ബൈജേട്ടാ ഹായ്. നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തെന്നാരി സംഘടിപ്പിക്കപ്പെടുന്ന 7ാമത് അഖില കേരള വടംവലി മത്സരം 1ാം സമ്മാനം 7000 രൂപയും ട്രോഫിയും സ്പോൺസർ ചെയ്യുന്നു KK ഏജൻസി തെന്നാരി മണ്ണാർക്കാട്. 2ാം സ്ഥാനക്കാർക്കുള്ള 5000 രൂപയും ട്രോഫിയും സ്പോൺസർ ചെയ്യുന്നു NH സിമന്റ് ആൻഡ് സ്റ്റീൽ വർക്ക്സ് ചങ്ങലേരിയ വടക്കുമണം. 3ാം സ്ഥാനക്കാർക്കുള്ള 3000 രൂപയും ട്രോഫിയും സ്പോൺസർ ചെയ്യുന്നു ഹരിദാസൻ പോത്തിരത്ത് വീട് മണ്ണാർക്കാട്. 4ാം സ്ഥാനക്കാർക്കുള്ള 2000 രൂപയും ട്രോഫിയും സ്പോൺസർ ചെയ്യുന്നു ഗ്രീൻ ഹോളോബോൾസ് കുന്തിപ്പുഴ മണ്ണാർക്കാട്.
ഇപ്പം കഴിഞ്ഞാൽ നല്ല ടൈറ്റ് മത്സരമായിരുന്നു, ലോക്കിൻ്റെ മത്സരം. ഇലിയാസ്ക ഹാപ്പിയാണോ? സന്ദീപേട്ട ഹാപ്പിയാണോ? ആവേശ പോരാട്ടത്തിന്റെ രണ്ടാം സെറ്റിലേക്ക് ഒരു വശത്ത് ആദ്യം സെറ്റ് മത്സരം കൈപ്പിടിയിൽ ഒതുക്കിയവർ ജനശക്തി വടശ്ശേരി ശിഹാബും കൂട്ടാളികളും ഒരു വശത്തേക്ക് മറുപുറത്തേക്ക് നവോദയ മണ്ണാറക്കാട് കുട്ടനും സ്റ്റെഫിനും മണിയുമെല്ലാം ജേഴ്സിയണിയുന്ന കളിക്കൂട്ടുകാർ നവോദയ മണ്ണാറക്കാട് ബി ടീമും തമ്മിലുള്ള ആവേശകരമായ രണ്ടാം സെറ്റ് മത്സരം. പരാജയപ്പെട്ട് മടങ്ങിപ്പോകാൻ മനസ്സില്ലാത്തവരായിക്കൊണ്ട് ജനശക്തി വടശ്ശേരി പുറം മുന്നോട്ടോ, നവോദയ മണ്ണാറക്കാടിന്റെ ബി ടീം മുന്നോട്ടോ. കാണികൾ നിറഞ്ഞ കയ്യടിയോടുകൂടി 14 കായിക താരങ്ങളെയും സ്വീകരിക്കുക. നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തെന്നാരി സംഘടിപ്പിക്കപ്പെട്ട 7ാമത് അഖില കേരള വടംവലി മത്സരത്തില് ബി പൂളിലെ ആവേശ പോരാട്ടത്തിലേക്ക് എത്തിച്ചേർന്ന 14 കളിക്കൂട്ടുകാർ. ഒരു വശത്ത് കരിയോടിന്റെ കരിമ്പുലിക്കൂട്ടങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എത്തിച്ചേർന്നവർ നവോദയ മണ്ണാറക്കാട് ബി ടീം മുന്നോട്ട്, മറുപുറത്ത് ജനശക്തി വടശ്ശേരി പുറത്തിന്റെ കളിക്കൂട്ടുകാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എത്തിച്ചേർന്നവർ ജനശക്തി വടശ്ശേരി പുറം മുന്നോട്ട്. കടലും കരയും തമ്മിലുള്ള പോരാട്ടം. ഇതിൽ ആരുടെ കപ്പൽ കരക്കടിയും ആരുടെ കപ്പൽ മുങ്ങിപ്പോകുമെന്നറിയാവുന്ന പോരാട്ടത്തിന്റെ അവസാന അടിയിലേക്ക് വീണ്ടും ഒന്ന് കയ്യടിയോടുകൂടി മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടം. ആരുടെയോ കൈകൾ കിടക്കുന്നു, കാലുകളിലേക്ക് ഒന്ന് കൈയടിച്ച് തങ്ങളുടെ പരിശീലകരുടെ നിർദ്ദേശത്തിനൊക്കെ രണ്ടാം സെറ്റ് കീഴ്പ്പെടുത്തുന്നു ജനശക്തി വടശ്ശേരി. ഇരു ടീമുകളും ത്രാസ് പോയിന്റിലേക്ക് എത്തിച്ചേരുക. തിരുവിഴാമൂന്ന് ഷാഡോസ് കരിയോട്. ഇരു ടീമുകളും കോർട്ടിലേക്ക് പ്രവേശിക്കുക. തിരുവിഴാമൂന്ന് ഷാഡോസ് കരിയോട് ടീമുകൾ കോർട്ടിലേക്ക് പ്രവേശിക്കുക. ടൂർണമെന്റിന്റെ അന്ത്യം സമ്മാനം 1000 രൂപ സ്പോൺസർ ചെയ്യുന്നു വള്ളുവനാട് എഞ്ചിനീയറിംഗ് വർക്ക്സ് മണ്ണാറക്കാട്. 6ാം സമ്മാനം 1000 രൂപ സ്പോൺസർ ചെയ്യുന്നു കിഷൻ അസോസിയേറ്റ് മണ്ണാറക്കാട്. 7ാം സമ്മാനം 1000 രൂപ സ്പോൺസർ ചെയ്യുന്നു ഭാവന ഇലക്ട്രിക്കൽസ് നവാർ കോംപ്ലക്സ് മണ്ണാറക്കാട്. ടൂർണമെന്റിലെ 8ാം സ്ഥാനക്കാർക്കുള്ള 1000 രൂപ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നു സുധി അൽപാറ സുപ്രീം ലൈറ്റ് ജലശുദ്ധീകരണം. ഈ ടൂർണമെന്റിനോട് സഹകരിച്ചിരിക്കുന്നു പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോടതിപ്പടി മണ്ണാറക്കാട്, NH സിമന്റ് വർക്ക്സ് വടക്കമണ്ണം മണ്ണാറക്കാട്. cerca usted
PRC തിരുവഴാമത് ഷാഡോസ് കരിയോട്. ഒരു വശത്ത് ചെമ്പടയിലിറങ്ങുന്നുണ്ട് ഷാഡോസ് കരിയോട്. മറുപുറത്ത് PRC തിരുവഴാമത്. ആവേശ പോരാട്ടത്തിന്റെ അവസാന അടിയിലേക്ക് ആരാദ്യം നടന്നു കയറുമെന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് 14 കളി കൂട്ടുക. വിജയിച്ചാൽ വിജയിച്ചവരുടെ പോരാട്ടങ്ങളിലേക്ക് നടന്നു കയറാം. പരാജയപ്പെട്ടവരുടെ റോഡുകളിലേക്ക് നടന്നു കയറാവുന്ന പോരാട്ടത്തിലേക്ക് അവസാന അടിയിലേക്ക് ഷാഡോസ് കരിയോടിന് കളി കൂട്ടുക. നടന്നു കയറുന്നുവെങ്കിൽ മറുപുറത്ത് അവസാന അടിയിൽ നിന്നും മത്സരത്തെ തിരിച്ചെടുക്കാൻ കഴിവുള്ള പോരാളി കൂട്ടങ്ങളായിക്കൊണ്ട് PRC തിരുവഴാമണം തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം. വിജയിച്ചാൽ ടൂർണമെന്റിന്റെ വിന്നേഴ്സിന്റെ അടുത്ത റൗണ്ടിലേക്ക് നടന്നു കയറാം. പരാജയപ്പെട്ടവരുടെ പോരാട്ടങ്ങളിലേക്കും നടന്നു കയറണമെന്ന ഉത്തമ ബോധ്യത്താലും മനത്തിൽ കയ്യടിയോടുകൂടി മാത്രം സ്വീകരിക്കാവുന്ന ആവേശ പോരാട്ടത്തിന്റെ അവസാന അടിയിലേക്ക് വീണ്ടും ഷാഡോസ് കരിയോടിന്റെ കളിക്കൂട്ടുകാർ നടന്നു കയറുന്നു. എന്നാൽ മത്സരത്തെ തിരിച്ചെടുക്കാൻ തിരുവിഴാമണ്ണിന്റെ തിരുമുറ്റത്തിൽ നിന്നും എത്തിച്ചേർന്ന കളിക്കൂട്ടുകാർ PRC തിരുവിഴാമണ്ണ ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം അവസാന അടിയും കടന്നുകൊണ്ട് കോട്ട് സെക്കൻഡിലേക്ക് ഷാഡോസ് കരിയോട്. ഷാജിട്ടാ ഹാപ്പി വേണം. വിജയിച്ചു നിൽക്കുന്നവരുടെ പോരാട്ടത്തിന് വേണ്ടി MFC പാണ്ടിക്കടവ് നവോദയ മണ്ണാർക്കാട് ടീമുകൾ തയ്യാറായിക്കൊണ്ട് എൻട്രൻസിലേക്ക് എത്തിച്ചേരുക. അടുത്ത മത്സരം വിജയിച്ചു നിൽക്കുന്നവരുടെ പോരാട്ടം MFC പാണ്ടിക്കടവ് നവോദയ മണ്ണാർക്കാട് ടീമുകൾ തയ്യാറായി കോട്ട് എൻട്രൻസിലേക്ക് എത്തിച്ചേരുക. ആദ്യമായിട്ട് മത്സരത്തിൽ വരുന്ന റെഡി ആയിട്ട് പറഞ്ഞാൽ പറ്റില്ല. വെറുതെ വടം വിട്ടുകൊണ്ടിരിക്കണ്ട. ആവേശകരമായ രണ്ടാം സെറ്റ് മത്സരം ഒപ്പള്ളോടോടുകൂടി കീഴടക്കുന്നു ഷാഡോസ് കരിയോട്. ഇരു ടീമുകളും ക്രാസ് പോയിന്റിലേക്ക് ചേരുക. എ പൂളിലെ വിന്നേഴ്സ് മത്സരത്തിന് വേണ്ടി MFC പാണ്ടിക്കടവ് നവോദയ മണ്ണാർക്കാട് ഇരു ടീമുകളും തയ്യാറായി കോർട്ടിലേക്ക് പ്രവേശിക്കുക.
നവോദയ മണ്ണാർക്കാട് MFC പാണ്ടിക്കടവ് ടീമുകൾ തയ്യാറായി കോർട്ടിലേക്ക് എത്തിച്ചേരുക. MFC പാണ്ടിക്കടവ് ടീം റിപ്പോർട്ട് ചെയ്യാൻ സെക്കൻഡ് ഗോൾ. ആളവണി കുളിച്ചേട്ടോ അതെ ഞങ്ങൾ ഓടാതെ അങ്ങോട്ട് ഓടും. നിൽക്കാതെ ടൈം കൊടുക്കണ്ട, നിൽക്കാതെ ടൈം കൊടുക്കണ്ട. ഹായ് വിജേഷേ, ഹാപ്പി ഓണം. വിജേഷ ഉണ്ണിക്കുട്ടനെ കണ്ടു ഇവിടെ. ഉണ്ണിക്കുട്ടൻ, ആഷിക്ക്. അടുത്ത മത്സരത്തിന് വേണ്ടി ബി പൂളിലെ പരാജയപ്പെട്ടവരുടെ പോരാട്ടം നവോദയ മണ്ണാർക്കാട് PRC തിരുവണ്ണാമല ടീമുകൾ തയ്യാറായി എൻട്രൻസിലേക്ക് എത്തിച്ചേരുക. ഈ ബോളിലെ വിജയിച്ചു നിൽക്കുന്നവരുടെ പോരാട്ടം. ഒരു വശത്ത് നീലക്കുപ്പായത്തിൽ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് MFC പാണ്ടിക്കടവ്, മറുപുറത്ത് മഞ്ഞയിലും കറുപ്പിലും നീലയിലുമെല്ലാം അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് നവോദയ മണ്ണാർക്കാട് ടീമും തമ്മിലുള്ള ആവേശോജ്വലമായ പോരാട്ടത്തിന്റെ അവസാന അടിയിലേക്ക് നടന്നു കയറുന്നു. നവോദയ മണ്ണാർക്കാട് കൊടുസംഖ്യത്തിലേക്ക് നവോദയ മണ്ണാർക്കാട് ടീം. അടുത്ത മത്സരം ബി പൂളിലെ പരാജയപ്പെട്ടവരുടെ പോരാട്ടത്തിലേക്ക് നവോദയ മണ്ണാർക്കാട് PRC തിരുവണ്ണാമല ടീമുകൾ തയ്യാറായി കോട്ട എൻട്രൻസിലേക്ക് എത്തിച്ചേരുക. ഷാജിയേട്ടാ, ഇത് മറ്റേ മണ്ണാർക്കാട് ഓണാഘോഷ പരിപാടിയാണ്.
മണ്ണാർക്കാട് തെന്നാരി സ്ഥലത്തിൻ്റെ പേര്. അതായത് മണ്ണാർക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ, ഒരു 5 കിലോമീറ്ററിനുള്ളിലാണ്. വിപിനേട്ടാ ഹാപ്പി ആണോ? ഓക്കെ. ഇവിടെ ഇന്ന് ഈ ഒരു 4-5 കിലോമീറ്ററിനുള്ളിലേ 3-4 മത്സരങ്ങളുണ്ടായിരുന്നു. അതിലൊരു മത്സരം ഒരു 5 മണിക്ക് 5-5:30 ആകുമ്പോൾ തുടങ്ങി. അത് റോട്ടിൽ വെച്ചിട്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസ് 5000. അത് ഷാഡോസും ഉണ്ടായി. ജയേട്ടാ ഹാപ്പി ആണോ? ആവേശകരമായ രണ്ടാം സെറ്റ് പോരാട്ടം. ആദ്യ സെറ്റ് മത്സരം കൈപ്പിടിയിൽ നവോദയ മണ്ണാർക്കാട് ഈ ടീമെങ്കിൽ ആദ്യ സെറ്റ് മത്സരത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് രണ്ടാം സെറ്റിൽ ഉജ്ജ്വലമായ ഒരു തിരിച്ചു വരവിലൂടെ മത്സരത്തിലേക്ക് ബെസ്റ്റ് ഓഫ് 3യിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുവാനെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തമ്മിലുള്ള ആവേശ പോരാട്ടം. വിജയിച്ചാൽ ടൂർണമെന്റിന്റെ സെമിഫൈനൽ സോപാനങ്ങളിലേക്ക് നടന്നു കയറാം. പരാജയപ്പെട്ടവരുടെ പോരാട്ടത്തിലേക്കും നടന്നു കയറേണ്ടി വരുമെന്ന ബോധ്യത്താൽ അവസാന അടിയും കടന്നുകൊണ്ട് നവോദയ ടൂർണമെന്റിന്റെ സെമിഫൈനൽ മത്സരത്തിന് യോഗ്യത. അടുത്ത മത്സരം നവോദയ PRC ഇരുവഴ ടീമുകൾ തയ്യാറായി കോർട്ടിലേക്ക് പ്രവേശിക്കുക. ഷാജിയേട്ടാ ഒരു മത്സരം ഉണ്ടായിരുന്ന 500 ആയിരുന്നു. ഇതിപ്പോൾ 460. അതേപോലെ തൊട്ടപ്പുറത്ത് വേറെ മത്സരങ്ങൾ നടക്കണ്ടായിരുന്നു. ഇന്ന് മൊത്തം ഈ മണ്ണാർക്കാട് പരിസരത്ത് 4 മത്സരങ്ങൾ എന്താണുള്ളത്. ഓണാഘോഷ പരിപാടി അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതാ. മൊത്തം 8 ടീമേ ഉള്ളൂ. അത് കുറച്ച് ടീമുകളെ അവർ വെയിറ്റ് നിൽക്കാത്തതുകൊണ്ടേ പങ്കെടുക്കാൻ പറ്റിയില്ല. അവർ ഇവിടെ കമ്മിറ്റിക്കാർ പറഞ്ഞ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 16 ടീമുകൾക്കാണ് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതിൽ 8 ടീമുകൾക്കാണ് വെയിറ്റ് നിന്നുള്ളൂ. അതുണ്ടായത്. കാലിയേട്ടാ ഹാപ്പിയോടാ. അജിഷേട്ടാ 8 ടീം ഷെഫി പേരിട്ടോ. PRC തിരുവഴ നവോദയ മണ്ണാർക്കാട് ഇരു ടീമുകളും കോർട്ടിലേക്ക് പ്രവേശിക്കുക. സുഹൈലിക്ക ഹാപ്പിയോടാ. മണ്ണേക്കണം പുറപോയോ എന്തത് ഫുൾ. ഞാനിവിടെ ഒരാളുടെ തോത് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടാന്ന് പറഞ്ഞു. കഴിയാനായി. പരാജയപ്പെട്ടവരുടെ മത്സരം ഫസ്റ്റ് ഓഫ് ടീം.
അടുത്ത മത്സരത്തിന് വേണ്ടി ബീബോളിലെ ചാമ്പ്യന്മാരെ തേടിയുള്ള പോരാട്ടം ഐഷയുടെ ഞാൻ പൂള് ഇടാൻ വേണ്ടിട്ട് പറഞ്ഞൂടെ റെഡിയാക്കി വെച്ച ആളെ കാണാനല്ലോ. സ്പോൺസർ ചെയ്യുന്ന ടോട്ടൽ 8 ടീം, ടോട്ടൽ 8 ടീം. ഷാഡോസ് പെരിയോ ടീമുകൾ തയ്യാറായി കോൺഫറൻസിലേക്ക് എത്തിച്ചേരുക. ഓക്കെ ഓക്കെ പറയാം. ശാലിന്ന് വിളിക്കുന്നുണ്ടോ? ഹാപ്പി ഓടാ 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 ഓടെന്തായി? ഹായ് സഫാനിക്ക, ഹാപ്പി ഓണം ചേട്ടാ, ഹാപ്പി ഓണം. ഷാഫിക്ക ഇവിടെ അവര് മണ്ണാർക്കാട്, വേലിക്കാടാണ് ടീം ഇറങ്ങിയത്. അവര് മണ്ണാർക്കാട് എന്നുള്ള പേരിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ജിബിഷേട്ടാ ഹാപ്പി ഓണം. കാലിക ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഷാഡോ സമ്മാനം പറഞ്ഞ കാണികൾ സ്വീകരിക്കാവുന്ന പോരാട്ടം. പരാജയപ്പെട്ടാൽ പടകളത്തിന്റെ പുറത്തേക്കുള്ള വഴി കഴിയുമെന്ന ഉത്തമ ബോധത്താൽ വടത്തിൽ പിടിമുറുകുന്ന 14 കളി കൂട്ടുക. ഒരു വശത്ത് നവോദയ മണ്ണാർക്കാട് തിരുവിഴാമണ്ണിന്റെ തിരുമുറ്റത്തുനിന്നും എന്നിന്റെ കളിയകലണ്ടിലേക്ക് വണ്ടി കയറിയവർ PRC തിരുവിഴാമണ്ണ് ഒരു വശത്ത് പോരടിച്ച് കയറുന്നുവെങ്കിൽ മറുപുറത്തേക്ക് നവോദയ മണ്ണാർക്കാട് ടീമും തമ്മിലുള്ള ആവേശ പോരാട്ടം. കാണികളെ കൈയടിച്ച് ചങ്ങല പോലെ കിളികിളിങ്ങി പമ്പരം പോലെ കറകറങ്ങി പമ്പിനെ പോലെ ഇളഞ്ഞ് പുളഞ്ഞ് വണ്ടുവിനെ പോലെ ഒരു വശത്ത് നവോദയ മണ്ണാർക്കാട് ടീമെങ്കിൽ മറുപുറത്ത് PRC തിരുവഴാമണ്ണും തമ്മിലുള്ള ആവേശ പോരാട്ടം. കാട്ടുപോത്തിന്റെ ശബ്ദഗർജനവും കാട്ടാനയുടെ ചിഹ്നവിളിയും കലമാന്റെ കുതിച്ചുചാട്ടവും പാമ്പിന്റെ പകയും കനലിന്റെ ചൂടുമായി വിട്ടുകൊടുക്കാത്ത ശൗര്യവും ഓടിത്തളരാത്ത പാദവുമായി എന്നിന്റെ പടർകളത്തിലേക്ക് പടപരുതാൻ എത്തിച്ചേർന്ന 14 കായിക താരങ്ങൾ. ഒരു വശത്ത് നവോദയ മണ്ണാർക്കാട് വീട്ടിലെങ്കിൽ മറുപുറത്ത് PRC തിരുവിഴാമണ്ണ് മത്സരം വിജയിച്ചുകൊണ്ട് PRC തിരുവിഴാമണ്ണ് പരാജയപ്പെട്ട നവോദയ മണ്ണാർക്കാട് നല്ലൊരു കയ്യടിയോടുകൂടി യാത്രയാകുക. അടുത്ത മത്സരം ജനശക്തി വടശ്ശേരി ട്രാവൽസ് സ്പോൺസർ ചെയ്യുന്ന ജനശക്തി വടശ്ശേരി ഷാഡോസ് കരിയോട് ടീമുകൾ തയ്യാറായി കൊണ്ടിലേക്ക് പ്രവേശിക്കുക. അഞ്ചേട്ടത് കഴിയാറായിരുന്നു. കുറച്ച് ടീമുകളേ ഉള്ളൂ, 8 ടീമുകളേ ഉള്ളൂ. വെയിറ്റ് നിൽക്കാത്തതുകൊണ്ടേ കുറേ ടീമുകൾ പുറത്തായി. അവർ പലരും പങ്കെടുത്തുമില്ല. അല്ല, പുറത്തായത് 1-2 ടീമാണ് പോയത്. ബാക്കി ടീമുകൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. കമ്മിറ്റി തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 16 ടീമുകൾക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഏത് ഭാഗത്താണ്? ഷാഡോസ് കരിയോട് ജനശക്തി വടശ്ശേരി ടീം കോർട്ടിലേക്ക് പ്രവേശിക്കുക. സെക്കൻഡ് ഗോൾ. എവിടെ താലിക്കക്കള എവിടെയാണ്? ഏത് സ്ഥലത്താ ഇരിക്കട് പറയും? എവിടെയാണ്? ആർക്കേൻ പള്ളിക്കുന്ന്. ഹായ് ബ്രോ. ബ്രോ ഇത് ചേട്ടാ ഇവിടെ മത്സരമുള്ളത് മറ്റേ മണ്ണാർക്കാട് അടുത്താണ്. തെന്നാരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഓണാഘോഷ പരിപാടിയാണ്, അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. ടോട്ടലി 8 ടീമേ ഉള്ളൂ.
ഇവിടെ നിന്ന് 3-4 മത്സരങ്ങൾ നടന്നായിരുന്നു ഈ ഒരു 4-5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ. എൻ്റെ നാട്ടിലെ ടീം ഹലോ ഫ്രണ്ട്സ് പുലാമന്തോൾ ഉണ്ടോ? പുലാമന്തോളില്ല. ഇവിടെ ടീമുകളൊക്കെ പേരൊക്കെ മാറിയിട്ട് അങ്ങനെയാണ് ഇറങ്ങിയുള്ളത്. സ്പോൺസർ ഉണ്ട്, ഈ മത്സരത്തിന് സ്പോൺസർ ഉണ്ട്. ജനശക്തി ഇതാ മത്സരം. ജനശക്തി ടീം ഇറങ്ങി അവിടെയാണ്. അത് ശരി, റാലിക്കൊന്ന് കൈ ഉയർത്തുന്നു. ടൂർണമെന്റിലെ അത് ശരി, കണ്ട് ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നു വള്ളുവനാട് എഞ്ചിനീയറിംഗ് വർക്ക്സ് മണ്ണാർക്കാട്. 6ാം സ്ഥാനക്കാർക്കുള്ള 1000 രൂപ സ്പോൺസർ ചെയ്യുന്നു കിഷൻ അസോസിയേറ്റ് മണ്ണാർക്കാട്. 7ാം സ്ഥാനക്കാർക്കുള്ള 1000 രൂപ സ്പോൺസർ ചെയ്യുന്നു ഭാവന ഇലക്ട്രിക്കൽ നവാർ കോംപ്ലക്സ് മണ്ണാർക്കാട്. ടൂർണമെന്റിലെ 8ാം സ്ഥാനക്കാർക്കുള്ള 1000 രൂപ സ്പോൺസർ ചെയ്യുന്നു സുധി അൽപ്പാറ സുപ്രീം ജലശുദ്ധീകരണം. ടൂർണമെന്റിനോട് സഹകരിച്ചിരിക്കുന്നു കൃഷ്ണ മിനി സൂപ്പർ മാർക്കറ്റ്, റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട്, ശ്രീകൃഷ്ണ ജ്വല്ലറി വടക്കമണ്ണം റോഡ് മണ്ണാർക്കാട്. പറയാം അജീവിക്ക ഹാപ്പിയോടോ. ഷാഡോസ് വരിയോട് മറുപുറത്ത് ഒപ്പുള്ളതോടുകൂടി ഷാഡോസ് വരിയോട് കൊടുത്തിലേക്ക് ഷാഡോസ് വരിയോട്. അടുത്ത മത്സരത്തിന് വേണ്ടി MFC പാണ്ടിക്കടവ് റോയൽ സെവൻസ് മണ്ണഴിക്ക ഇപ്പോൾ തയ്യാറായി എൻട്രൻസിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആഷിക ശാലിക്കൊരു ആയി പറയാ പറഞ്ഞു. ശാലിക്കാരേ അജീഷ്ക അതിൻ്റെ ഇടയ്ക്ക് ലൈവ് കട്ടായി പോയി. അതുണ്ടായത് ആ പൂളിടാൻ വേണ്ടി ഒരാൾ റെഡിയാക്കി, ഒരാളെ കാണാനും ഇല്ലെന്ന്. ഇതിവിടെ തുടങ്ങാൻ നല്ല നേരം വൈകിന്ന് മത്സരം. അതിൻ്റെ ഇടയിൽ മഴ പെയ്തിട്ടേ തൊട്ടപ്പുറത്ത് എന്താണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, മെഴുകുംപാറയിലൊരു മത്സരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ തുടങ്ങാനൊക്കെ കുറച്ച് ലേറ്റായി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരണത്. ഇവിടെയും തുടങ്ങാൻ വൈകി, കാരണം അവിടുത്തെ കുറച്ച് ടീമുകളാണ് ഇവിടെ വരണത്. ആരിക്ക പൊക്കി വിടും ആളിതാ മുക്കിൽ ഇരിക്കുന്നുണ്ട്. തലക്കില് മത്സരത്തിലുണ്ടായിരുന്നു. ഓ നവാസിനോട് ഒരു ആയി പറയും. നവാസ്ക്കൊരു ആയി പറയും. പറഞ്ഞിട്ടുണ്ട് കാലിക്ക അസരാർ കോൽപ്പാടത്തിലൂടെ ഒരു ആയി പറയും. ഓ ബീബോളിലെ ചാമ്പ്യന്മാരെ തേടിയുള്ള 2ാം സെറ്റ് പോരാട്ടം. ഒരു വശത്ത് ആദ്യ സെറ്റ് മത്സരം കൈപ്പിടിയിലൊടുക്കിയവർ ഷാഡോസ് വരിയോട് മറുപുറത്ത് നീലയിലും കറുപ്പിലും വെള്ളയിലും എല്ലാം അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് ചോറ്റാനിക്കരമ്മ ടൂർസ് ആൻഡ് ട്രാവൽസിന് കൈപിടിച്ചുകൊണ്ട് എത്തിച്ചേർന്നവർ ജനശക്തി വടശ്ശേരി ആലുവ മുതൽ വൈറ്റില വരെ കൊച്ചിയുടെ ഹൃദയം പിളർത്തി മെട്രോയുടെ പാത വഴിതെളിച്ച മെട്രോമാന്റെ തലവരിയും കൂർമ്മബുദ്ധിയും കൈകാലുകളെല്ലാം ആവാഹിച്ചുകൊണ്ട് എത്തിച്ചേർന്ന കളിക്കൂടി 2ാം സെറ്റും കീഴടങ്ങുന്നു ഷാഡോസ് വരിയോട്. ബീപോളിലെ ചാമ്പ്യന്മാരായിക്കൊണ്ട് സെമി ഫൈനൽ മത്സരത്തിലേക്ക് യോഗ്യത പരാജയപ്പെട്ട ജനശക്തി വടശ്ശേരിപുരം PRC തിരുവിടാമഠവുമായി മാറ്റുരക്കുന്നു. അടുത്ത മത്സരം MFC പാണ്ടിക്കടവ് റോയൽ സെവൻസ് മണ്ണഴിക്കളം ടീമുകൾ തയ്യാറായി കോർട്ടിലേക്ക് പ്രവേശിക്കുക. MFC പാണ്ടിക്കടവ് റോയൽ സെവൻസ് മണ്ണഴിക്കളം ടീമുകൾ തയ്യാറായി കോർട്ടിലേക്ക് പ്രവേശിക്കുക.
പ്രവേശിക്കുക. ടീമിന്റെ ക്യാപ്റ്റൻ ശ്രദ്ധിക്കുക. ബെസ്റ്റ് ഓഫ് 1 പോരാട്ടം. ടീം ക്യാപ്റ്റൻ ശ്രദ്ധിക്കുക. ബെസ്റ്റ് ഓഫ് 1 പോരാട്ടം. ഈ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സെമിയാണ്. ഹാപ്പി വേണം ഷെയർക്ക്, ഹാപ്പി വേണം, ഹാപ്പി വേണം. അവിടെ മഴ ഉണ്ടോന്നും? ഇവിടെ നാട്ടിൽ മഴ ഉണ്ടോ? മണികണ്ഠൻ ശങ്കർ. മണിയേട്ടാ ഹാപ്പി ഓണം. എന്താ ഇവിടെ അത് മസിൽ പിടിച്ചിട്ട് സലിക്ക. പ്ലെയറിന്റെ ഇടത്തെ കാലിന് കാലിന്റെ ആംഗിളിന്റെ അല്ല, ആംഗിള് തെന്നിയതാ മസിൽ പിടിച്ചെന്താണ്. അയ്യോ, പരിക്കാണോ ഡൗട്ടുണ്ട് ഇപ്പോൾ. ചാലിക്ക ആംഗിളിന് എന്താ പ്രശ്നമാണോ? ജനശക്തി വടശ്ശേരിപ്പുറം PRC തിരുവിതാംകൂർ ടീം കോർട്ടിലേക്ക് പ്രവേശിക്കുന്നു. ജനശക്തി വടശ്ശേരിപ്പുറം PRC തിരുവിതാംകൂർ ടീം കവിത ചോദിക്കണത്. കവിത അല്ല അത്. ഇവിടെ എത്രയാ പ്രൈസ്? ജാസിക്ക ഹാപ്പി വേണം. ഫസ്റ്റ് പ്രൈസ് 7,000. ഇത് മണ്ണാർക്കാട് അടുത്ത് എന്താ സ്ഥലത്തിന്റെ പേര്? തെന്നാരി എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ടോട്ടൽ 8 ടീം. ജനശക്തി വടശ്ശേരിപ്പുറം PRC തിരുവിതാംകൂർ ടീമുകൾ കോർട്ടിലേക്ക് പ്രവേശിക്കുക. ജനശക്തി വടശ്ശേരിപ്പുറം PRC തിരുവിതാംകൂർ ടീം കോർട്ടിലേക്ക് പ്രവേശിക്കുക. ബി പൂളിലെ 2ാം സ്ഥാനക്കാരെ നിർണ്ണയിക്കാവുന്ന പോരാട്ടം. വിജയിച്ചാൽ നവോദയ മണ്ണാർക്കാട് ടീമുമായി സെമി ഫൈനൽ മത്സരത്തിൽ മാറ്റിരക്കാം. പരാജയപ്പെട്ടാൽ കളിയകത്തോട് 5ാം സ്ഥാനക്കാരായി കൊണ്ടുവിട പറയാവുന്ന പോരാട്ടം.
ഇന്ന് ഈ പരിസരത്ത് ഒരു 4 മത്സരങ്ങളോളം ഉണ്ടായിരുന്നു, 3-4 മത്സരങ്ങളുണ്ടായിരുന്നു. അതായത് ഈ ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. അയ്യോ, MFC പിന്മാറി. പരിക്ക് പ്ലെയറിന് പാണ്ടിക്കടവ് പരിക്ക് മൂലം മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു. റോയൽ ഏപ്പോളിലെ 2ാം സ്ഥാനക്കാരായിക്കൊണ്ട് ഷാഡോസ് കരിയോടുമായി സെമി ഫൈനൽ മത്സരത്തിൽ മാറ്റുരക്കാൻ യോഗ്യത നേടുന്നു. ടീമുകൾ കോട്ടിലേക്ക് പ്രവേശിക്കുക. ജനശക്തി വടശ്ശേരി പുറം PRC തിരുവഴ. ഭാരത് കൊടുക്കുന്ന ഓർമ്മയില്ല. പ്രമോദേ ആരെ കുറച്ചുമേ PRC കാര്യം ചോദിച്ചായിരുന്നല്ലോ. ബീറ്റ്ബോളിലെ 2ാം സ്ഥാനക്കാരെ തേടിയുള്ള പോരാട്ടം. ഒരു വശത്ത് നീലയിലും കറുപ്പിലുമെല്ലാം മണിക്കൂറിക്കൊണ്ട് സ്പോൺസർ ചെയ്ത ജനശക്തി വടശ്ശേരി പുറം, മറുപുറത്ത് ചൂപ്പലുമെല്ലാം അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് PRC തിരുവഴ. ടീം ക്യാപ്റ്റൻ ആസ്വദിക്കുക. മത്സരം ബെസ്റ്റ് ഓഫ് 1 പോരാട്ടം. ടീം ക്യാപ്റ്റൻ ആസ്വദിക്കുക. ബെസ്റ്റ് ഓഫ് 1 പോരാട്ടം. മത്സരാർത്ഥിയെ ശ്രദ്ധിക്കുക. നാളെ വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കൊടുവായിൽ വെച്ച് 460 kg ഒറ്റത്തൂക്ക മത്സരം നടത്തപ്പെടുന്നു. 1ാം സമ്മാനം 7000 രൂപയും ട്രോഫിയും, 8ാം സമ്മാനം 1000-ൽ അവസാനിക്കുന്ന 8 സമ്മാനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് മുഴുവൻ ടീമങ്ങളെയും കൊടുവായൂരിലെ കളിയങ്കത്തിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കുകയാണ്. നടക്കുന്ന പോരാട്ടം ബി ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരെ തേടിയുള്ള പോരാട്ടം. സർവോപരി നവോദയ മണ്ണാറക്കാട് ടീമിന് സെമി ഫൈനൽ മത്സരത്തിൽ എതിരാളികൾ ആര് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നേടിക്കൊണ്ട് 14 കളിക്കൂട്ടുക. എതിരാളികളുടെ കഴിവുകളുമെല്ലാം കൃത്യമായി നിരീക്ഷിച്ചറിയുന്ന കളിക്കൂട്ടുക. ഒരു വശത്ത് ജനശക്തി വടശ്ശേരി ചോറ്റാനിക്കരമ ടൂർസ് ആൻഡ് ട്രാവൽസ് സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ പടർക്കളത്തിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന വടശ്ശേരി പുറത്തിന്റെ കളിക്കൂട്ടുക. ജനശക്തി വടശ്ശേരി പുറത്ത് PRC തിരുവഴാവിന്റെ തിരുമുറ്റത്ത് നിന്നും പടപെരുതാൻ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തെന്നാരി സംഘടിപ്പിക്കപ്പെട്ട 7ാമത് അഖില കേരള വടംവലി മത്സരത്തിലേക്ക് വണ്ടി കയറിയ ചെമ്പടക്കൂട്ടങ്ങൾ PRC തിരുവഴാവിടുന്ന ടീമുകൾ തമ്മിലുള്ള ആവേശ പോരാട്ടം. കാട്ടുപോത്തിന്റെ ശബ്ദഗർജനവും കാട്ടാനയുടെ ചിഹ്നവിളിയും കലമാന്റെ കുതിച്ചുചാട്ടവും പാമ്പിന്റെ പകയും കനലിന്റെ ചൂടുമായി വിട്ടുകൊടുക്കാത്ത ശൗര്യവും ഓടിത്തളരാത്ത പാദവുമായി ഇതിന്റെ പടർക്കളം വെട്ടിപ്പിടിക്കാൻ എത്തിച്ചേർന്ന 14 കളിക്കൂട്ടുകാരുടെ പെരും പോരാട്ടം. ഒരു വശത്ത് ചോറ്റാനിക്കരമ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കൈപിടിച്ചുകൊണ്ട് എത്തിച്ചേർന്നവർ ജനശക്തി വടശ്ശേരി പുറം. ഒരു വശത്ത് ബോലടിച്ച് കയറുന്നുവെങ്കിൽ മറുപുറത്ത് PRC തിരുവഴാമെന്ന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നേടിയെടുക്കാൻ ഒട്ടനവധി എന്ന ബോധ്യത്താലും ബോധത്താലും അടുത്തിൽ പിടിപ്പെടുക്കുന്ന 7-14 കായിക താരങ്ങൾ വിജയിച്ചാൽ ടൂർണമെന്റിന്റെ സെമി ഫൈനൽ പോരാട്ടങ്ങളിലേക്ക് നടന്നു കയറാം. പരാജയപ്പെട്ടാൽ കളിയങ്കത്തിന്റെ 5ാം സ്ഥാനക്കാരായിക്കൊണ്ട് വിട പറയേണ്ടി വരുമെന്ന മത്സരം കൈപ്പിടിയിലൊതുങ്ങുന്നു. ചോറ്റാനിക്കരമ ടൂർസ് ആൻഡ് ട്രാവൽസ് സ്പോൺസർ ചെയ്ത ജനശക്തി വടശ്ശേരി പുറം. പരാജയപ്പെട്ട
PRC തിരുവിതാംകൂർ കളിക്കളത്തിന്റെ സ്ഥാനക്കാരായിക്കൊണ്ട് ഇവിടെ പറയുന്നു ആ ടീമിനെ നല്ലൊരു കയ്യടിയോടുകൂടി യാത്രയാക്കുക. 8 ടീമുകളെ പുറത്തിറക്കിക്കൊണ്ട് നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കപ്പെട്ട 7ാമത് അഖില കേരള വടംവലി മത്സരത്തിലെ ആദ്യ സെമി ഫൈനൽ പോരാട്ടം. ടീമുകൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു വശത്ത് ഷാഡോസ് കരിയോട്, മറുപുറത്തേക്ക് റോയൽ സെവൻസ് മണ്ണഴിക്കൽ. ഇരു ടീമുകളും തയ്യാറായി കോർട്ടിലേക്ക് പ്രവേശിക്കുക. ഷാഡോസ് കരിയോട്, റോയൽ സെവൻസ് മണ്ണഴിക്കളം ടീമുകൾ തയ്യാറായി കോർട്ടിലേക്ക് പ്രവേശിക്കുക. കരിയോട് മണ്ണാഴിക്കളം. കൈതുകായ് അർഷദെ ഹാപ്പി ആണോ? ഷാഫിക്കുണ്ട്, അരുൺ ചേട്ടനുണ്ട്, ഷാഫിക്കുണ്ട്. വേലിക്കാട് ടീമിലെ വേലിക്കാടിന്റെ പേരിലല്ല ഇറങ്ങിയിട്ടുള്ളത്. നവോദയ മണ്ണാർക്കാട് ബി ടീമിന്റെ ക്യാപ്റ്റൻ 7ാം സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിച്ചേരുക. ടൂർണമെന്റിലെ 7ാം സമ്മാനം 1000 രൂപ സ്പോൺസർ ചെയ്യുന്നു ഭാവന ഇലക്ട്രിക്കൽ നവാർ കോംപ്ലക്സ് മണ്ണാർക്കാട്. 7ാം സമ്മാനം അർഹരായ നവോദയ ടൂർണമെന്റിലെ 6ാം സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി MFC പാണ്ടിക്കടവ് ടീമിന്റെ ക്യാപ്റ്റനും എത്തിച്ചേരുക. ടൂർണമെന്റിന്റെ 6ാം സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി MFC പാണ്ടിക്കടവ് ടീമിന്റെ ക്യാപ്റ്റൻ എത്തിച്ചേരുക. 6ാം സമ്മാനം സ്പോൺസർ ചെയ്യുന്നു കിഷൻ അസോസിയേറ്റ് മണ്ണാർക്കാട്. ടൂർണമെന്റിലെ 6ാം സ്ഥാനക്കാർക്കുള്ള 1000 രൂപ സ്പോൺസർ ചെയ്യുന്നു കിഷൻ അസോസിയേറ്റ് മണ്ണാർക്കാട്. ടൂർണമെന്റിലെ 5ാം സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തിരുവള്ളാമല ടീമിന്റെ ക്യാപ്റ്റൻ എത്തിച്ചേരുക. ടൂർണമെന്റിന്റെ 5ാം സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി PRC തിരുവള്ളാമല ടീമിന്റെ ക്യാപ്റ്റൻ സ്റ്റേജിലേക്ക് എത്തിച്ചേരുക. ടൂർണമെന്റിലെ 5ാം സ്ഥാനക്കാർക്കുള്ള 1000 രൂപ സ്പോൺസർ ചെയ്യുന്നു വള്ളുവനാട് എഞ്ചിനീയറിംഗ് വർക്ക്സ് മണ്ണാർക്കാട്. 5ാം സ്ഥാനക്കാർക്കുള്ള ട്രോഫി 5ാം സ്ഥാനക്കാർക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്യുന്നു വള്ളുവനാട് എഞ്ചിനീയറിംഗ് വർക്ക്സ് മണ്ണാർക്കാട്. സെമി സുഭാഷ് ചേട്ടാ, ഇത് ഫസ്റ്റ് സെമിയാണ് നടക്കുന്നത്. മണ്ണാഴിക്കളം റോയൽ സെവൻസും ഷാഡോസും. സെക്കൻഡ് സെമി ടീമാണ്. ഷാഫിക്കുണ്ട് ഫ്രണ്ട്, പക്ഷെ അവർ വേലിക്കാട്ടിൻ്റെ പേരിലല്ല ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഏതാ ടീം? അയ്യോ, മറ്റേ ടീമിൻ്റെ പേര് ഞാൻ മറന്നു. ഇത് ഫസ്റ്റ് സെമി, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് സെമി. ടോട്ടലി 8 ടീമുകൾ. അതിൽ ഇഞ്ചുറി ആയിട്ട് ഒരു ടീം പിന്മാറി, പാണ്ടിക്കടവ് കുറച്ച് മുമ്പേ. പിന്നെ ഏതുണ്ടായിരുന്നു? വെയിറ്റ് ഓവറായിട്ട് വേറൊരു ടീം പോയി. മട്ട് നല്ല പറ്റാട്. ആ വട്ട് ഉച്ചയ്ക്ക് വിളിച്ചായിരുന്നു. ഉച്ചയ്ക്ക് വിളിച്ചേക്കോ ജവ ജവാന്നൊക്കെ പറയണ്ടായിരുന്നു കോച്ച് സ്റ്റീഫൻ. നിശാക്ക ഹാപ്പി ആണോ? ഹാപ്പി ആണോ? കുട്ടനോട് ഒരു ആയി പറയും. ഓ പറയാം. അതിനൊക്കെ ഹാപ്പി ആണോ?
ഗഫൂർക്ക ഹാപ്പി വേണം. ഗഫൂർക്ക സെമി ഫൈനല് ഫസ്റ്റ് സെമിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റോയൽ സെവൻസ് മണ്ണാടികളും ഷാഡോസ് കരിയോടും. ഗഫൂർക്ക ഇത് മണ്ണാർക്കാട് അടുത്ത്. നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട 7ാമത് അഖില കേരള വടംവലി മത്സരത്തിലെ 1ാം സെമി ഫൈനൽ പോരാട്ടം. ആദ്യ സെറ്റ് മത്സരം നിഷ്പ്രയാസം തങ്ങൾക്ക് അനുകൂലമാകുന്നു. സ്ഥലത്തിന്റെ പേര് തെന്നാരി മണ്ണാർക്കാട് ഒരു 5 കിലോമീറ്റർ, ഏകദേശം 4-5 കിലോമീറ്റർ. അടുത്ത മത്സരം ചോറ്റാനിക്കര ടൂർസ് ആൻഡ് ട്രാവൽസ് ജനശക്തി വടശ്ശേരി ടീമുകൾ തയ്യാറായി കോട്ടൺ കോൺസിലേക്ക് നവോദയ ചോറ്റാനിക്കര ടൂർസ് ആൻഡ് ട്രാവൽസ് സ്പോൺസർ ചെയ്യുന്ന ജനശക്തി വടശ്ശേരി ടീമുകൾ തയ്യാറായി കോട്ട് എൻട്രൻസിലേക്ക് എത്തിച്ചേരുക. മട്ട് നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ഒന്നാം സമ്മാനം 7,000 രൂപയും സ്പോൺസർ ചെയ്യുന്നു KK ഏജൻസി തെന്നാരി മണ്ണാർക്കാട്. രണ്ടാം സ്ഥാനക്കാർക്കുള്ള 5,000 രൂപയും ട്രോഫിയും സ്പോൺസർ ചെയ്യുന്നു NH സിമന്റ് ആൻഡ് സ്റ്റീൽ വർക്ക് ചങ്ങലേരി വടക്കുമണ്ഡലം. മൂന്നാം സ്ഥാനക്കാർക്കുള്ള 3,000 രൂപയും ട്രോഫിയും സ്പോൺസർ ചെയ്യുന്നു ഹരിദാസൻ പോത്തിരത്തി വീട് മണ്ണാർക്കാട്. നാലാം സ്ഥാനക്കാർക്കുള്ള 2,000 രൂപയും ട്രോഫിയും സ്പോൺസർ ചെയ്യുന്നു ഗ്രീൻ ഹോളോബ്രിക്സ് കുന്തിപ്പുഴ മണ്ണാർക്കാട്. സുഭാഷ് ഏട്ടാ, അവിടെ ടീമിന്റെ വലിയുടെ ഇന്നത്തെ വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ മറ്റൊന്ന് അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ നമ്പർക്ക് അയച്ചു തരുമോ? ഞാൻ മറ്റൊരോട് പറഞ്ഞാൽ കുറച്ച് വീഡിയോസ് വേണമെന്ന് ഒന്ന് ചോദിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മട്ടിന്ന് അങ്ങോട്ട് വരികയാണെങ്കിൽ അവൻ്റെ കൂടെ വന്നാലോ എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാനൊക്കെ ഇട്ടായിരുന്നു. ഒന്നാമത് സെമി ഫൈനൽ പോരാട്ടത്തിന്റെ 2ാം സെറ്റ് കളികൾ. ആദ്യ സെറ്റ് മത്സരം നിഷ്പ്രയാസം കരസ്ഥമാക്കിയവർ 2ാം സെറ്റിലും ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിലേക്ക് അവസരം നൽകാതെ 2ാം സെറ്റ് വീണുകൊണ്ടു ഷാഡോസ് വരിയോ. നവോദയ മണ്ണാർക്കാട് ജനശക്തി വടശ്ശേരി ചോറ്റാനിക്കര ടൂർസ് ആൻഡ് ട്രാവൽസ് ജനശക്തി വടശ്ശേരി ടീമുകൾ തയ്യാറായി കോട്ടിലേക്ക് പ്രവേശിക്കുക. ഷാഡോസ് ഫൈനലിലേക്ക് ഇനി സെക്കൻഡ് സെമി നടക്കാൻ പോണു. ജനശക്തിയും അതേപോലെ വേലിക്കാട് ടീമും. വേലിക്കാടിന്റെ പേരിൽ എല്ലാവരും ഇറങ്ങിയിട്ടുള്ളത് നവോദയ മണ്ണാർക്കാട് എന്നുള്ളതാണ്. അതിന്റെ ഫ്രണ്ട് പിടിക്കുന്നത് ഷാഫിക്ക. ഷഫീഖ ഹാപ്പി വേണം. ഇത് മറ്റേ മണ്ണാർക്കാട് അടുത്ത് നിന്നും, മണ്ണാർക്കാട് ഒരു 4-5 കിലോമീറ്ററിനുള്ളിലാണ്. തെന്നാരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഓണാഘോഷ പരിപാടിയാണ്. ടോട്ടൽ 8 ടീം ഉണ്ടായിരുന്നത്. ഇപ്പോൾ സെക്കൻഡ് സെമിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാഡോസ് ഫൈനലിലേക്ക് എത്തി. ഫസ്റ്റ് പ്രൈസ് 7,000. ടോട്ടൽ 8 ടീം. വെയിറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് പല ടീമിനും പങ്കെടുക്കാൻ പറ്റിയില്ല. മൊത്തം 16 ടീമുകൾക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 16 ടീമിനെയാണ് പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് അവർ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 8 ടീമേ പറ്റിയുള്ളൂ പങ്കെടുക്കാൻ. അതിൽ തന്നെ ഒരു ടീം ഓവർ വെയിറ്റിലും പോയി 500 ഗ്രാം, വേറെ ടീം പരിക്കുമായി. ഷാഫിക്കൊക്കെ ഒരു 4 നമ്പറിനായി പറയോ? ജിതേഷേട്ടാ ഹാപ്പി വേണം. ഏത് ടീമിലായിരുന്നു?
നഫലിക്ക ഹാപ്പി ആണോ? ഷഫീക്ക ഹാപ്പി ആണോ? ടൂർണമെന്റിലെ രണ്ടാം സെമിഫൈനൽ വന്നു കണ്ടു കീഴടക്കി ക്വാർട്ടർ സെക്കൻഡിലേക്ക് നവോദയ എത്തി. ടിൻസേട്ടാ ഹാപ്പി ആണോ? പേലിക്കാട് അല്ലേ? ഓക്കെ, ഇത് ചേട്ടാ അപ്പോൾ പറയാം. ഒരു മിനിറ്റ്. 4 ശബരിയല്ലേ? ശബരിയുടെ കാര്യമില്ലേ നിങ്ങൾ പറഞ്ഞ്? രാജേന്ദ്രേട്ടാ ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ഇവിടെ സ്ഥലം ഭയങ്കരമായിട്ട് ഇടുങ്ങിയ അവസ്ഥയിലാണ്. കുറച്ചും മുമ്പേ ടീം ഇങ്ങോട്ട് വന്നപ്പോഴേ വലത്തെ കൈയിൻ്റെ നെഞ്ഞത്താണ് കുത്തി. അതുപോലെ കുറേ കുട്ടികളൊക്കെ ഇവിടെ അടുത്ത് ഇരിക്കുകയാണ്. ഇത്രയും അടുത്താണ്, ഈ സൈഡൊക്കെ അടുത്താണ് ആൾക്കാർ ഇരിക്കുന്നത്. ഇത്രയും അടുത്താണ്. സവാദിക്ക ഹാപ്പി ആണോ? ജിതേഷേട്ടാ പറയട്ടോളൂ. അവർ കുറച്ച് ഞാൻ അവിടെ പോയ ടൈം ശരിയായില്ല. ഷിഹാബ് ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ടൂർണമെന്റിൽ രണ്ടാം സെമിഫൈനൽ പോരാട്ടത്തിന്റെ രണ്ടാം സെറ്റ് പറഞ്ഞു. ഒരു വശത്ത് നവോദയ മണ്ണാർക്കാട്, മറുപുറത്ത് ജനശക്തി വടശ്ശേരി. നിമിഷങ്ങൾക്കകം ജനശക്തി വടശ്ശേരിപുറത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് നവോദയ ഷാഡോസും ജനശക്തി റോയൽ ഫയൻസ് മണ്ണഴിക ടീം കോർട്ടിലേക്ക് പ്രവേശിക്കുന്നു. 3ാം സ്ഥാനക്കാരൻ നിർണ്ണയിക്കാവുന്ന പോരാട്ടത്തിലേക്ക് റോയൽ സെവൻസ് മണ്ണഴിക ടീം കോർട്ടിലേക്ക് പ്രവേശിക്കുന്നു. ലൂസേഴ്സ് ഫൈനൽ മുന്നോടി ഒരു ആദരവുണ്ട്. സ്റ്റേജിലേക്ക് SNR ഗോൾപാടം സെന്ററിലേക്ക് എത്തിച്ചേരുക. സ്റ്റേജിലേക്ക് എത്തിച്ചേരും. ഒപ്പം സതീഷ് പി.കെ, നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന അഖില കേരള വടംവലി മത്സരം. നാളെ കൊടുവായൂരൊക്കെയാണ്. കറക്റ്റ് വൈറ്റ് ഓർമ്മയില്ല, ഒറ്റത്തൂക്കാണ് എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഈ ടീമിനെ ഗ്രൂപ്പിൽ നോക്കേണ്ടി വരും. അത് രാവിലെ എന്തുകൊണ്ട് മത്സരം തോന്നുന്നു. വടംവലി ടീമിനെ വടം പരിശീലിപ്പിച്ച പരിശീലകനായ SNR ഗോൾപാടത്തെ നാളെ മറ്റന്നാളൊക്കെ സംഘാടക സുഹൃത്തുക്കളും ഒപ്പം ഇന്നിവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന നവോദയ മണ്ണാർക്കാട് എന്ന വടക്കണ്ടക്കാട് വേലിക്കാട് ടീമിനെ കേരളക്കരയിലെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശത്ത് മണ്ണാർക്കാടിന്റെ നാമധേയം വിളിച്ചോദിച്ച ശ്രീ ഉണ്ണി അവറുകളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നിവിടെ ഈ കോർട്ടിൽ മത്സരിക്കണ തെന്നാലിയിൽ മത്സരിക്കണ പല ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആയിട്ടും പല ടീമുകളും അവിടെ ഇറങ്ങിയായിരുന്നു. 500-ന്റെ മത്സരം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ വൈകുന്നേരം. അതായത് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ബാക്കിൽ ഉള്ള സ്ഥലത്തിന്റെ പേരെന്താ, മെഴുകുംപാറ. അത് 500 കിലോന്റെ ആയിരുന്നു. സുൽത്താൻ ഷാനസ്ക ഹാപ്പി ആണോ? നാളെ ലൈവ് നാളെ പോകണമെന്നുണ്ട്. നാളെ രാവിലെയാണ് മത്സരം. ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല. ഇന്നലെ വീട്ടിൽ പോയപ്പോഴേക്ക് വേറൊരു ഹോസ്പിറ്റൽ കേസ് വേണ്ട. പോകണമെന്ന് ആഗ്രഹമുണ്ട്. കൊടുവായൂരാണ് നാളെ മത്സരം. രാവിലെ നോക്കണം.                                                                                                         ാ മണ്ണാർക്കാടിന്റെ വിവിധ മേഖലയിലെ പല ടീമുകളെയും
വടംവലി പരിശീലകൻ കൂടിയായ അസൈനാർ കോൽപ്പാടത്തെ ഒന്നാം മാശാനെ അജിയും കൂടി ആദരിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കുക. നമ്മുടെ ജില്ലയിലെ ഏറ്റവും എക്സ്പേർട്ടായ റഫറി കൂടിയായ അസൈനാർ കോൽപ്പാടം കേരളക്കരയിലെ ഏറ്റവും മികച്ച വടംവലി താരങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നത്. ഒപ്പം ഈ അസൈനാർ കോൽപ്പാടത്തിനെ ഇവിടെ എത്തിച്ച ഈ ക്ലബിന്റെ എല്ലാമായ സതീഷ് അവர்களെയും ആദരിക്കുന്നുണ്ട്. ഇല്ല ഇല്ല റഫീഖ ഹാപ്പി വേണം. JRP ഇല്ലാന്നും ഇത് ചെറിയ മത്സരമാണെന്നും ഇവിടെ മണ്ണാർക്കാട് അടുത്താണ്. മൊത്തം 8 ടീം. ഗെയിമിനോട് ഇഷ്ടം തോന്നിക്കൊണ്ട് വയനാടിൽ നിന്നും ഇവിടെ ഈ വടംവലിയിലേക്ക് വേരോട്ടം നടത്താമെന്ന വ്യക്തി കൂടിയാണ് സതീഷ് അവർ. അവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ 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 വയനാടിന്റെ മണ്ണിൽ നിന്നും വന്ന് ഇവിടെ നവോദയ ക്ലബ്ബ് രൂപീകരിക്കാൻ മുന്നോട്ടിറങ്ങി വന്ന് വടംവലി എന്താണെന്ന് പോലും അറിയാത്ത ഞങ്ങളെ വടം കൊണ്ടെന്ന് വന്ന് ഞങ്ങൾക്ക് പ്രാക്ടീസ് നൽകി ഞങ്ങളെ ആദ്യമായി വടംവലിക്കാൻ പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ടൈറ്റോ ഞങ്ങളൊന്ന് ആദരിക്കുകയാണ്. ഹലോ 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 നവോദയ ക്ലബില് വടംവലി ഞാനൊക്കെ വലിച്ചേരുന്നുണ്ട്. പക്ഷെ ഇപ്പോ 2 പേരാണ് ഇപ്പോ വടംവലി വലിയമായി കൊണ്ടു നടക്കുന്നത്. അതൊന്ന് സതീഷ് ഉണ്ണി VK, ഉണ്ണി VK ഒരു ചെറിയ ഒരു ട്രോഫി കൊടുത്തു അനുമോദിക്കുന്നു. അടുത്തതായി ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന അജി എനിക്കെയും അനുമോദിക്കുന്നു. ഞങ്ങളുടെ സെക്രട്ടറിയായ സതീഷ്, ഞങ്ങളുടെ ടൈറ്റോ കുട്ടേട്ടൻ രണ്ടുപേരും സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാ രക്ഷിതാക്കൾക്കും അവരുടെ മക്കൾ നന്നായി കാണുന്ന ആഗ്രഹമാണ് ഉണ്ടാവുക. അതുപോലെ ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഒരു സംഘടന രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് വടംവലിയും അത് മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയത്, സന്തോഷം തോന്നിയ കാര്യം എന്നറിയാം. ഇവിടെ ഇന്ന് വേലിക്കാടിന് വേണ്ടി വടം വലിക്കുന്ന ഉണ്ണിക്കുട്ടൻ, നിങ്ങളുടെ കുഞ്ഞുകുട്ടൻ ഈ പൊന്നാട അവർ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് കാരണം അറിയാം, നമ്മൾ തുടങ്ങി വെച്ച കാര്യം എന്താണോ ആഗ്രഹിച്ചത് ആ അറ്റത്തേക്ക് ഒരാളെ പറഞ്ഞയക്കാൻ സാധിച്ചതിനുള്ള ഒരു ചെറിയൊരു സന്തോഷം. ഉണ്ണിക്കുട്ട എന്റെ ഒരു പൊന്നാടിയുണ്ട്, ഒരാൾക്കെല്ലാം കൊടുത്തു. അജി രണ്ടാമത് ഷെയർ ചെയ്യും. അങ്ങനെയല്ല, പാലപ്പാടിന്റെ മണ്ണിൽ വന്ന് നല്ലൊരു കളിക്കാരനായിട്ട് ഉണ്ണിക്കുട്ടൻ അറിയപ്പെടുന്നു. ഒരുപാട് പേരെ പരിശീലിപ്പിച്ചെങ്കിൽ പോലും ഒരാളെ മാത്രമേ നമുക്ക് നല്ലൊരു സംഭാവനയായിട്ട് ഈ നാടിന് നൽകാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് വലിയ സന്തോഷം തോന്നുന്ന നിമിഷമാട്ടോ. ഈ എന്താ പറയാ, സന്തോഷമാണോ സങ്കടമാണോ ഒന്നും അറിയുന്നില്ല, ഒരു വേറെ വൈബ്. നടക്കുന്ന പോരാട്ടം ഫൈനൽ മത്സരത്തിന്റെ പടിവാതിൽക്കൽ കാലിടറിപ്പോയ 14 നീലക്കുപ്പായ. ഒരു വശത്ത് സുൽത്താൻ റോയൽ കളിക്കണം, മറുപുറത്ത് പാലക്കാടിന്റെ പുതിയ കണ്ടെത്തലുകൾ ജനശക്തി മടശ്ശേരി. വിജയിച്ചാൽ ടൂർണമെന്റിന്റെ 3ാം സ്ഥാനം, പരാജയപ്പെട്ടാൽ 4ാം സ്ഥാനം. ഹലോ 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 ജിജോട്ടാ ഹാപ്പി ആണോ?
ബിബിനായിട്ടില്ലാന്നും ഇടിക്കൊന്നുമില്ലാന്നും ഇവിടെ ഈ പരിസരത്തുള്ള ടീമുകൾ തന്നെയാണ് കൂടുതലും പറഞ്ഞാൽ മൊത്തത്തിൽ 8 ടീമാണുള്ളത് കേട്ടോളി. ഇവിടെ ഇന്ന് ഈ മണ്ണാർക്കാട് പരിസരത്തെ ഒരു നാലോളം മത്സരങ്ങളുണ്ടായിരുന്നു ഓണാഘോഷ പരിപാടിയായിട്ടേ. അപ്പോൾ 500 കിലോൻ്റെ മത്സരം ഇവിടെ ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അതേപോലെ ഒരു 4-5 കിലോമീറ്ററിനുള്ളിലാണ് ഈ മത്സരങ്ങളൊക്കെ വരണത്. അതേപോലെ ഇത് ഇവിടെ 460 ഇവിടെ മത്സരം. ഇത് ലൂസേഴ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തം 8 ടീമുണ്ടായിരുന്നത്. ഷാഡോസും വേലിക്കാട് ഫൈനലെത്തി. വേലിക്കാടിൻ്റെ പേരിലല്ല ഉണ്ടായിരുന്നു. സന്തോഷ് ചേട്ടാ ഹാപ്പി ആണോ? കെട്ടി വെക്കും കേട്ടോ. ഇനി ഒന്നാണ് കയറി നിൽക്കുക. അതാണ് ഈ വഴിക്ക് പത്രം കിട്ടി വരുന്നത്. വെറുതെ വച്ച് കൊണ്ടുപോകണം എന്തിനാങ്ങള് ഡീസെറ്റില്ല. അബുക്ക ഹാപ്പി ആണോ? ഡീസെറ്റില്ല. ഫൈനൽ മത്സരത്തിന്റെ പടിവാതിൽ കാലിടറിയ 14 നീലക്കുപ്പായ സെക്കൻഡുകൾക്കകം മത്സരം കീഴ്പ്പെടുത്തിക്കൊണ്ട് മണ്ണഴിക്കാട്ടിന്റെ മാനസപുത്രന്മാർ റോയൽ സെവൻസ് മണ്ണഴിക്കളം ടൂർണമെന്റിന്റെ 3ാം സ്ഥാനക്കാരായി കൊണ്ട് ഇവിടെ പറയുന്നു. പരാജയപ്പെട്ട ചോറ്റാനിക്കരമ്മ ടൂർസ് ആൻഡ് ട്രാവൽസിന് കളിക്കൊണ്ടുകാർ ജനശക്തി വടശ്ശേരിപ്പുറം ടൂർണമെന്റിന്റെ 4ാം സ്ഥാനക്കാരായി കൊണ്ടും കളവിടുന്നു. ഇരു ടീമിനും നല്ലൊരു കയ്യടി സമ്മാനിച്ച് യാത്രയാകുക. ടൂർണമെന്റിന്റെ മെഗാ ഫൈനൽ ഗ്രാൻഡ് ഫിനാലെ പോരാട്ടത്തിലേക്ക് 14 കളിക്കൂട്ടുകാർക്ക് ഹൃദ്യമായ സ്വാഗതം. ചെമ്പടയിൽ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് ഷാഡോസ് കരിയോടിയോടി കളിക്കൂട്ടുകാർ ഒരു വശത്തേക്ക് മറുപുറത്തേക്ക് മഞ്ഞയിലും കറുപ്പിലുമെല്ലാം അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് തമ്മിലുള്ള പോരാട്ടം മണിക്കൂറുകൾക്ക് മുമ്പ് തൊട്ടടുത്ത 5 കിലോമീറ്ററുകൾക്കപ്പുറം തെങ്കര മെഴുകുംപാറയുടെ കളിയകത്തിലൊരു 500 കിലോഗ്രാമിന്റെ പോരാട്ടത്തിൽ ഫൈനൽ മത്സരത്തിൽ കണ്ടുമുട്ടിയ 14 കളിക്കൂട്ടുകാർ 5 കിലോമീറ്ററുകൾ ഇപ്പുറം വീണ്ടും തെന്നാരിയുടെ കളിയകത്തിൽ 460ന്റെ കളിയകത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നു. അവിടെ ഷാഡോസിന് മുന്നിൽ നവോദയ എ ടീമിനൊന്ന് കാലിടറിയെങ്കിൽ ആ കാലിടറിയത് സ്വന്തം കാണികൾക്ക് മുന്നിൽ ഷാഡോസിന് തിരിച്ചു നൽകുമോ എന്നറിയാനുള്ള ഒരു പോരാട്ടത്തിന്റെ പൂർവ്വം കൂടിയാണ് മത്സരം. എന്തായാലും ഇരു ടീമുകൾക്കും കോർട്ട് സെന്ററിലേക്ക് കൃത്യമായ സ്വാഗതം. ചുവപ്പിലും കറുപ്പിലും അടിയിലേക്കൊണ്ട് ഫൈനൽ മത്സരം. ഇവിടെ ക്യാപ്റ്റൻ കൂടിയായ കുഞ്ഞുമണി 4ാം നമ്പറില് 2 പതിറ്റാണ്ടോളം വടംവലി സീസണില് പങ്കെടുക്കുന്ന വേലിക്കാട്ടുകാരനായ കൃഷ്ണമോഹനൻ എടക്കുറിശി സ്വദേശിയായ ആഷിഖ് പരിശീലകനായി സ്റ്റെഫിൻ കരിയോ. മറുവശത്ത് 1ാം നമ്പറിൽ ഇന്നും കേരളക്കടയിലെ മുൻചുള്ള വടംവലി താരം ഷാഫി കൊണ്ടോട്ടിക്കാരനായ മത്സരാർത്ഥി. 2ാം നമ്പറിൽ ഈ നാട്ടുകാരൻ നമ്മുടെ ജില്ലയിലെ ഏറ്റവും എക്സ്പാർട്ടുമായ മത്സരാർത്ഥികളായ ഉണ്ണി.
മൂന്നാം നമ്പറിൽ ബബിത്ത്, ജിഷ്ണുടാ, happy ആണോ? ശബരി, ആ അത് ജിഷ്ണു കടമ്പൂർ ജിഷ്ണു അല്ലേ? ജിഷ്ണു വിഷ്ണു, പ്രശാന്ത് ആൻഡ് ജിഷ്ണു ആ സുഖല്ലേ? വിനു, പരിശീലകനായവരുടെ രതീഷ്, ശംസിയാണ് എന്ന പരിശീലനായി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വിശ്രാം പോരാട്ടം കാഴ്ചവെച്ച രണ്ട് ടീമുകൾ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ പറയാം 500 കിലോ വെയിറ്റ് മാറിയാണ് ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പ്രശാന്ത് മാറി വന്നു ഈ ടീമിൽ നിന്നും. മറുവശത്ത് രണ്ട് മാറ്റങ്ങളാണ് എഴുതിയിരിക്കുന്നത്. കൃഷ്ണമോഹനും ആഷിഖും കയറിയിരിക്കുന്നു. ധാരാളം കിരീടങ്ങൾ മുത്തമിട്ട ചാമ്പ്യൻ പോരാളികളുടെ അഖില കേരള വടംവലി മത്സരത്തിന്റെ ആവേശോജ്വലമായ ടീമുകൾ. ഒരു വശത്ത് ഷാഡോസ് കരിയോട് ഇരുമ്പലാശ്ശേരിയുടെ പോരാളികൾ ചുവപ്പനും കറുപ്പനുമെല്ലാം അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് പാലക്കാടിന്റെ ചാമ്പ്യൻ പട്ടങ്ങളിൽ നിന്നും മുൻപന്തിയിലുള്ള കോലാഹലങ്ങൾ കിട്ടിയ പാലക്കാടിന്റെ അംഗക്കളിയിലെ അംഗച്ചേകന്മാർ ഒരു വശത്തെ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ 100,000 കിരീടങ്ങൾ മുത്തമിട്ട ചാമ്പ്യൻ പോരാളി ഷാഫിയും കൂട്ടാളികളെ ഉണ്ണി എന്ന അധിനായകരെ കൂട്ടുപിടിച്ചുകൊണ്ട് വടക്കരക്കാരന്റെ മുന്നണി പോരാളികളായ മത്സരാർത്ഥികളെല്ലാം തേച്ചിരിക്കൊണ്ട് നവോദയ മണ്ണാർക്കാടിന്റെ ആവേശോജ്വലമായ പോരാളികളെ കോർത്തിറക്കിക്കൊണ്ടുള്ള ചാമ്പ്യന്മാർ ആരാവുമെന്ന ആകർഷണങ്ങൾ കാത്തിരിക്കുന്ന പോരാട്ടത്തിൽ ഇഞ്ചുകളുടെ വ്യത്യാസമില്ല. കയ്യടി സ്വീകരിക്കൂ. കുതിച്ചുവായ നീണ്ടൽ കൊള്ളുന്ന രണ്ട് ടീമുകൾ എത്ര മനോഹരം സമ്പത്തുരത്തു ചിന്തുന്നു. എത്ര മനോഹരമായി എതിരാളികളെ കയ്യിലേക്ക്, മൂന്നാം നമ്പറിൽ ഭവി, നാലാം നമ്പറിൽ ശബരിയുടെ കയ്യിലേക്ക്. എത്ര മനോഹരം. അഞ്ചാം നമ്പറിൽ ഇരുമ്പശ്ശേരിക്കാരൻ വിഷ്ണു, ബാക്ക് സെക്കൻഡിൽ നമ്മൾ സുഡു എന്ന ഓമന പേരുള്ള പ്രശാന്ത്, മികവാർന്ന പോരാളി ബാക്ക് ബിനുവെല്ലാം നേതൃത്വം നൽകുമ്പോൾ മറുവശത്ത് അരുൺ തെക്കുമലയെ കൂട്ടുപിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന പോരാളികളുടെ അബ്ബാസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് രണ്ടാം നമ്പറിൽ ഉരുക്കുകോട്ട നിതിൻ, മൂന്നാം നമ്പറിൽ അവരുടെ ക്യാപ്റ്റൻ കുഞ്ഞുമണി, നാലാം നമ്പറിലേക്ക് പ്രമോട്ട് ചെയ്യപ്പെട്ട വേലിക്കാട്ടുകാരൻ കൃഷ്ണകുമാർ, മികവാർന്ന പോരാളി അഞ്ചാം നമ്പറിലെ കൃഷ്ണമോഹനുമെല്ലാം ജേഴ്സി അണിഞ്ഞു. കയ്യടി സ്വീകരിക്കൂ. ഇതാണ് മത്സരം. ഇന്ത്യയുടെ വ്യത്യാസമില്ല. ഷാഫിയും കൂട്ടാളികളും മുന്നോട്ട് ചീരിപ്പോയുള്ളൂ. ആദ്യ സെറ്റിൽ സമാഗിരി വടംവലി മത്സരം എന്നും പ്രചോദനം നൽകിയ പോരാളികളാണ് ഇന്നിവിടെ നമ്മുടെ പാലക്കാടിന്റെ പേരും പ്രസക്തിയും തോൽശൈലി നടക്കുന്ന 10 ജില്ലയിലും പോയി പ്രമോട്ട് ചെയ്യപ്പെട്ട വടംവലിയുടെ ഏറ്റവും മികച്ച രണ്ട് ടീമുകളാണ്. ധാരാളം ടീമുകൾക്ക് വേണ്ടിയും ധാരാളം വടംവലി താരങ്ങളോടൊപ്പം മത്സരിച്ച് പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള കായിക താരങ്ങളാണ് ഇവിടെ ഈ ഫൈനൽ മത്സരത്തിൽ കൊണ്ടുപോർത്തുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ മത്സരം വേലിക്കാടും ഷാഡോസും. സെക്കൻഡ് കോട്ട് ചേഞ്ചാണ്. ടീം മൊത്തം 8 ടീമായിരുന്നു. NSK 8 ടീമായിരുന്നു. അതായത് മൊത്തം 16 ടീമിനെയാണ് പങ്കെടുപ്പിക്കുള്ളൂ. ആദ്യം രജിസ്റ്റർ ചെയ്ത് 16 ടീമിനെ പങ്കെടുപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മിറ്റി. അപ്പോൾ വെയിറ്റ് ഒന്നും നിൽക്കാണ്ടേ പല ടീമുകൾക്കും നടന്നില്ല. കാരണം എന്താ വെച്ചാൽ തൊട്ടപ്പുറത്ത് ഒരു 500-ന്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ ഒരു 3-4 മത്സരങ്ങളുണ്ടായിരുന്നു. വെയിറ്റ് അതിൻ്റെ ഇടയിൽ മഴയൊക്കെ പെയ്തിട്ട് ആകെ സ്വീപ്പായി. അപ്പോൾ 8 ടീമുകൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഒരു ടീം വെയിറ്റ് 500 ഗ്രാം ഓവറായിട്ട് പുറത്താവുകയും ചെയ്തു. അതിനുശേഷം അപ്പോഴേക്കൊരു മെസ്സേജ് വന്നു, അവർ ഫോക്കസ് മാറിയെന്ന്. 500 ഗ്രാം എക്സ്ട്രാ ആയിട്ട് ഒരു ടീം തുറവിൽ പുറത്താവുകയും ചെയ്തു. പിന്നെ ഇഞ്ചുറി ആയിട്ട് വേറൊരു ടീം പോവുകയും ചെയ്തു. ഫൈനൽ
ജാബിർക്ക ഹാപ്പി ആണോ? അരുൺ ഇല്ലേ? ഷാജിയേട്ടാ ഹാപ്പി ആണോ? ആവേശോജ്വലമായ ഫൈനൽ പോരാട്ടത്തിന്റെ രണ്ടാം സെറ്റ് പടർന്നു. ആദ്യ സെറ്റ് മത്സരം കൈപ്പിടിയിൽ ഒതുക്കിയവർ നവോദയ. മറുപുറത്ത് ആദ്യ സെറ്റ് മത്സരം പരാജയപ്പെട്ടവർ ഷാഡോ രണ്ടാം സെറ്റ് പോരാട്ടം. ഹായ് വിജി, ഹായ് ബ്രോ, ഹാപ്പി ആണോ? ടയർക്ക ഹാപ്പി ആണോ? ഹാപ്പി ആണോ അനസ്ക? ഹാപ്പി ആണോ? ആവേശോജ്വലമായ ഫൈനൽ പോരാട്ടത്തിന്റെ രണ്ടാം സെറ്റ് കളികൾ. ആദ്യ സെറ്റ് മത്സരം കൈപ്പിടിയിലൊതുക്കിയവർ നവോദയ മണ്ണാർക്കാട് ടീമെങ്കിൽ ആദ്യ സെറ്റ് മത്സരം പരാജയപ്പെട്ട് രണ്ടാം സെറ്റിൽ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിലൂടെ മത്സരത്തെ കീഴടക്കാൻ ഉറച്ചുകൊണ്ട് ചെമ്പടക്കോട്ടങ്ങൾ ഷാഡോസ് വരിയോട് ടീമുകൾ തമ്മിലുള്ള ആവേശോജ്വലമായ പോരാട്ടം കാണികളുടെ കൈയടിച്ച് ആലുവ മുതൽ വൈദ്യുതി വരെ കൊച്ചിയുടെ ഹൃദയം പിളർത്തി മെട്രോന്റെ പാത വഴി തെളിച്ച മെട്രോമാന്റെ തലവരെയും കൂർമ്മബുദ്ധിയും ശബരിയും കൊച്ചുവേളിയും ഇരുമ്പപാലങ്ങളിൽ ചീറ്റിയടിക്കുന്ന ശൗര്യവും വേഗവും അതേ വേഗതയിൽ പകർത്തി ഒരുക്കിയെടുത്ത വന്ദേ ഭാരതിന്റെ വജ്രവേഗതീയത ഇന്ത്യൻ റെയിൽവേയുടെ കൂർമ്മബുദ്ധിയും കുതിരാൻകാറ്റത്തെ നിർവീര്യമാക്കാൻ വെടിക്കോപ്പും ബുൾഡോസറും കൊണ്ട് കരിമ്പാറയ്ക്കതിനെ പിളർത്തി പൂരനഗരിയിൽ നിന്നും കരിമ്പനയുടെ നാട്ടിലേക്ക് ലോകത്തെ ഞെട്ടിച്ച തുരങ്കം തീർത്ത നാഷണൽ അതോറിറ്റിയുടെ കൗശല ബുദ്ധിയുമായി ഇന്നിന്റെ കളിയകത്തട്ടിലേക്ക് എത്തിയവർ നവോദയ ടീമിന്റെ കളി കൂട്ടുകാർ. ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപുറത്തേക്ക് പരാജയപ്പെട്ട് മടങ്ങിപ്പോകാൻ മനസ്സില്ലാത്തവരായിക്കൊണ്ട് കറുത്തിരുണ്ട മേഖലകളിൽ മിന്നൽ ചേർപ്പ് വർഷിച്ചാലും പേമാരിയും കൊടുങ്കാറ്റും വീശിയടിച്ചാലും അറബിക്കടലിൽ തിരമാലകൾ ആകാശം മുട്ട വളർന്നാലും അഗ്നിപർവ്വതം പൊട്ടിച്ചിതറി മേൽപോട്ട് വന്നാലും തോൽക്കാൻ മനസ്സില്ലാത്ത വെള്ളക്കാരനെ പേടിക്കാത്ത വെള്ളവനാടിലെ വെള്ളിപ്പാന്റെ പേരക്കുട്ടികൾ അതേ അപ്പാസും കൂട്ടാളികളും രണ്ടാം നമ്പറിൽ കൂട്ടാളികളും മത്സരത്തിലേക്ക് ഒന്ന് കൈയടിച്ച് ഇതല്ലേ കാണികൾ കാണാൻ കാത്തിരുന്ന പെരുമ്പോരാട്ടത്തിന്റെ അവസാന അടികളിൽ നിന്നും മത്സരത്ത് തിരിച്ചെടുക്കുന്നു. വീണ്ടും ഷാഡോസ് കരിയോട് ഇല്ല ഒന്ന് കൈയടിച്ച് മത്സരം രണ്ടാം സെറ്റ് തിരിച്ചെടുക്കുന്നു. ഷാഡോസ് കരിയോട് മത്സരം അയ്യോ അനസ്ക പ്രൈസ് 7000. തിരിച്ചു പിടിച്ചു 1-1 പവർ അതിലെ ഫാസിലിക്ക പവർ. ഇത് എവിടെയാണ് കുഞ്ഞിപ്പ? ഹാപ്പിയാണ് കുഞ്ഞിപ്പ. ഇത് മണ്ണാർക്കാട് ഒരു 4 കിലോമീറ്ററിന്റെ ഉള്ളില് തെന്നാരി എന്ന് പറയും. കറക്റ്റ് സ്ഥലം തെന്നാരി. ഇവിടെ നിന്ന് 3-4 മത്സരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു 4 കിലോമീറ്ററിന്റെ ഉള്ളില് ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. ഫസ്റ്റ് പ്രൈസ് 7000. നൗഫലിക്ക ഹാപ്പിയാണോ? മുനീർക്ക ഹാപ്പിയാണോ? കൃഷ്ണദാസ് പനമണ്ണ ബ്രോ ഹാപ്പിയാണോ?
വിളിച്ചു പൊള്ളി മത്സരം, പൊള്ളി മത്സരം, ആലാക്കേണ്ട മത്സരം. അഞ്ചോ കാലിലക്കി രക്ഷയില്ല. ഇവിടെ എന്താ വെച്ചാൽ ആൾക്കാരിങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കണതേ, അത്രയും അടുത്തടുത്ത് ഇരിക്കണത്. ഓ അത് എല്ലാരും കൂടി ഇളകുമ്പോഴേ നല്ല രസമാണ്. ശരിക്കും ഇവിടെ ഒരു പൂരത്തിന് പദവുണ്ട്. അതായത് കോർട്ടും ആൾക്കാർ ഇരിക്കണം തമ്മിൽ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ, കാര്യമായിട്ട് ഗ്യാപ്പില്ല. ഇതപ്പോ ഈ സൈഡൊന്നും നടക്കാനുള്ള ഒരു വഴി കൂടി ഇല്ല ഇവിടെ. നമുക്ക് ഹാപ്പി ഓണം, ഹാപ്പി ഓണം. എവിടെ എവിടെ അപ്പൊ എവിടെ 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 ഓണമായിട്ട് എന്താ പ്രോഗ്രാം? ഓണമായിട്ട് നാളെ കൊടുവായൂര് വടംവലി ഉണ്ട്. കൊടുവായൂരിനെ തോന്നിട്ടുള്ളൂ. നാളെ തന്നെ വടംവലി ഉണ്ട്. പറ്റുകയാണെങ്കിൽ എടുക്കാൻ പോകണം. ഓണത്തിന് വേറെ നോക്കട്ടെ എന്താ അവസ്ഥ. പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. കിടു മത്സരം തന്നെ, കിടുക്കാച്ചി മത്സരം. ഇതെന്ത് സംഭവം അറിയോ? ഇതേ രണ്ട് ടീമുകളാണ് തൊട്ടപ്പുറത്ത് 500 ഒരു മത്സരം ഉണ്ടായിരുന്നു ഒന്ന് വൈകുന്നേരം. അവിടെ മത്സരിച്ചായിരുന്നത് ഇതേ ടീമാണ്, രണ്ട് ടീമുകൾ. ഇതേ ടീമില്ല, ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടാളൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഈ ഷാഡോസാണ് അവിടെ എടുത്തത്. ഇവിടെ ഇപ്പോൾ 1-1 നിൽക്കാണ്. മണി ഹാപ്പി വേണം. എല്ലാവരോടും കുറച്ച് വിട്ടിരിക്കാൻ പറ, അല്ലെങ്കിൽ കേസ് അപ്പോൾ ഞാൻ ആലോചിച്ചു. തുടക്കം മുതലേക്കറിയണേ അടുത്തടുത്തായിരിക്കണത്. ഇവിടുത്തെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റൂലേ. ഞാൻ ഒരേ സ്ഥലത്താണ് നിൽക്കണത്. ഇടയ്ക്ക് മാത്രം കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അങ്ങോട്ട് നടന്നു പോയതാണ്. അത്രയും അടുത്താണ് ആൾക്കാർ. ഇത് അതിനിടയ്ക്കൊരു മത്സരം ഏതാണ് വടശ്ശേരിപുരത്തിലെ മത്സരത്തിൽ ഒന്ന് തോന്നണോ, അവർ വന്നിട്ടേ നെഞ്ഞത്തെടുത്തു വലത്തെ കൈ കൊണ്ട്. കഴിഞ്ഞു ഒരു മത്സരം കൂടി ഉള്ളൂ, ലാസ്റ്റ് വലി. എന്താണ് സവാദ്ക്കാ അപ്പിയോണം ഷാഡോസ്. ഇവിടെ പിള്ളേര് അവർ ഭയങ്കരമായിട്ട് ടീമിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് അവരൊരു കത്ര കൂടമായിരിക്കണേ. കൊട്ടറ എൻ്റെ ടീം എന്താണ്, എൻ്റെ ടീം ഉണ്ട് എന്നൊക്കെ പറയട്ടെ. അത് രസമാണ്. കുറേ പിള്ളേരുണ്ട് ഇവിടെ. ഇതാ ടീക്കിരികൾ ഫ്രണ്ടിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഒരു പേടിയില്ല. ഇവിടെ തുടക്കത്തിൽ മിക്സഡായിട്ടേ ബോയ്സും ഗേൾസും മിക്സഡായിട്ട് ടീമായിട്ട് രണ്ട് ടീമുകളെ ഇവിടെ കൊണ്ടുവന്നിരുന്നു മത്സരിപ്പിക്കാൻ. അതിലെ രണ്ട് ടീമിലെയും ഓരോ പെൺകുട്ടി വീതം എൻ്റെ നാട്ടുകാരികളാ 2 പേര്. അപ്പോൾ അവരിവിടെ കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഫൈനൽ പോരാട്ടത്തിന്റെ 3ാം സെറ്റ് കളിക്കാൻ ആദ്യ സെറ്റ് കൈപ്പിടിയിൽ ഒതുങ്ങിയ ടീം, 2ാം സെറ്റ് കൈപ്പിടിയിൽ ഒതുങ്ങിയ ഷാഡോസ്. കയ്യടിയോടുകൂടി സ്വീകരിക്കാവുന്ന പെരും പോരാട്ടത്തിലേക്ക് വീണ്ടും 14 കളി കൂട്ടുക. ഒരു വശത്ത് ആദ്യ സെറ്റ് മത്സരം കൈപ്പിടിയിൽ ഒതുക്കിയ മഞ്ഞക്കുപ്പായക്ക നവോദയ മണ്ണാർക്കാടിന്റെ എ ടീമെങ്കിൽ മറുപുറത്ത് 2ാം സെറ്റിൽ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിലൂടെ മത്സരത്തെ ബെസ്റ്റ് ഓഫ് 3യിലേക്ക് കൊണ്ടുചെന്നെത്തിയവർ ഷാഡോസ് കരിയോട് ടീമുകൾ തമ്മിലുള്ള ആവേശോജ്വലമായ ബെസ്റ്റ് ഓഫ് 3 പോരാട്ടം ഒന്ന് കൈയടിച്ച് കളിക്കളത്തിൽ തെന്നിത്തെറിച്ചു വരുന്ന താന്തോന്നികളെ കെട്ടിപ്പൂട്ടി തളച്ച് തൊഴുനാളിൽ അടവുകൾ കൊണ്ട് തകിടം മറിച്ച് മണിച്ചിത്രം താഴിട്ട് കൂട്ടാൻ ഇന്നിന്റെ കളിയടിക്കെട്ടിലേക്ക് എത്തിച്ചേർന്ന 14 പാലക്കാടൻ പടയാളികൾ. ഒരു വശത്ത് നവോദയ മണ്ണാർക്കാടിന്റെ എ ടീമെങ്കിൽ മറുപുറത്ത് ഷാഡോസ് കരിയോട്. ഒന്ന് കൈയടിച്ച് കയ്യടിയോടുകൂടി മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടം 3ാം സെറ്റ് തിരിച്ചെടുത്തുകൊണ്ട് വീണ്ടും ഷാഡോസ് ഓടിയോടി.
ടൂർണമെന്റിന്റെ ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് കളിക്കളത്തിൽ നിന്നും വിട പറയുന്നു. ടൂർണമെന്റിന്റെ രണ്ടാം സമ്മാനം നവോദയ മണ്ണാർക്കാട് ടീം, മൂന്നാം സ്ഥാനക്കാർ റോയൽ സെവൻസ് മണ്ണാടിക്കളം, നാലാം സ്ഥാനക്കാർ ജനശക്തി വടശ്ശേരി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം, നബിദിനാശംസകൾ. ശിവോട്ടാ അങ്ങനെ വന്നപ്പോഴേക്ക് കഴിഞ്ഞു. അനൂപേ ഹാപ്പി ഓണം, കുഞ്ഞിപ്പ ഹാപ്പി ഓണം. അതെയോ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ, ഹാപ്പി ഓണം, നബിദിനാശംസകൾ. ഓക്കെ ഓക്കെ, താങ്ക് യു. വേറെ ലൈവ് കാണാം കേട്ടോ. നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കപ്പെട്ട ഏഴാമത് അഖില കേരള വടംവലി മത്സരത്തിന് നാലാം സമ്മാനം ഏറ്റുവാങ്ങും